Meet the editors. ചോദ്യം ഇതാണ്: പുതിയ വെളിപ്പെടുത്തലുകളിൽ UDF പ്രതിരോധത്തിലോ? 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് വാജിവാഹനം നീക്കുന്നത്, അഷ്ടദിക്പാലകരെ നീക്കുന്നത്, കൊടിമരം പുനഃസ്ഥാപിക്കുന്നത്. കൊടിമരത്തെ സ്വർണം പൂശി പുനഃസ്ഥാപിക്കാൻ അതിനു തൊട്ടു മുമ്പ് നടന്ന ദേവപ്രശ്നത്തിൽ തീരുമാനമായിരുന്നു എന്നാണ് ഇന്ന് അജയ് തറയിൽ പറഞ്ഞത്. ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയും ദൃശ്യങ്ങളും പരിശോധിക്കുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ഈ വാജിവാഹനം, എന്താണ് ഈ അഷ്ടദിക്പാലകർ, എന്താണ് ഈ കൊടിമരത്തിൻ്റെ പ്രസക്തി, ഇത് വരുന്ന സാഹചര്യം ഏതാണ് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിച്ചു വരാം. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് അന്വേഷണം 1998 മുതലുള്ള ഇടപാടുകളിലേക്ക് നീട്ടാം എന്ന് ഹൈക്കോടതി SITക്ക് അനുവാദം കൊടുത്തതോടുകൂടി സമഗ്ര അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ വന്നാൽ ഇടവേളയ്ക്കു ശേഷം നമ്മൾ കാണാൻ പോകുന്നത് UDF പ്രതിരോധത്തിലാവുന്ന കൊടിമരം കൊള്ളയുടെയും വാജിവാഹനത്തിൻ്റെയും അഷ്ടദിക്പാലകരുടെയും ഒക്കെ തിരോധാനത്തിൻ്റെയും കഥകളാണോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യം നമുക്ക് നോക്കാം, എന്താണ് ഈ വാജിവാഹനം? വാജി എന്നാൽ കുതിരയാണ് എന്നത് പ്രേക്ഷകർക്കറിയാം. വേഗതയുടെയും ശക്തിയുടെയും പ്രതീകമായിട്ടാണ്. അയ്യപ്പൻ്റെ വാഹനമാണ്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ, അയ്യപ്പൻ ഈ പുലിവാഹനാണ് എന്ന് പാട്ടിൽ പറയാറുണ്ട്. ഒരു കഥയുടെ ഭാഗമായി പുലിപ്പുറത്ത് വരുന്ന അയ്യപ്പനെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്നാൽ അയ്യപ്പൻ്റെ വാഹനം യഥാർത്ഥത്തിൽ കുതിരയാണ്, വാജി. അതുകൊണ്ടാണ് വാജിവാഹനം എന്നുള്ളത് നമ്മൾ ഹരിവരാസനത്തിൽ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊടിമരത്തിന് മുകളിലെ പ്രതിഷ്ഠയാണ് യഥാർത്ഥത്തിലുള്ള ഈ വാജിവാഹനം. ഈ 11 കിലോ തൂക്കമുണ്ട് വാജിവാഹനത്തിനും. വാജിവാഹനത്തിന് തൊട്ട് താഴെ കാണുന്ന ഒരു തറയ്ക്കും ആ തറയോട് ചേർന്ന് കാണുന്ന അഷ്ടദിക്പാലകരുടെ ചിത്രങ്ങളും ഇതെല്ലാം കൂടി ചേർത്ത് 11 കിലോ തൂക്കം വരും. 11 കിലോ തൂക്കമുള്ള ഈ വാജിവാഹനം 75 വർഷം പഴക്കമുള്ളതാണ് എന്നാണ് കരുതപ്പെടുന്നത്. അന്നത്തെ പഞ്ചലോഹത്തിലും പിന്നീട് സ്വർണം പൂശിയും ഒക്കെയാണ് ഇത് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ മാർക്കറ്റിലെ വില എത്രയാണെന്ന് നമുക്ക് വിലമതിക്കാനാവില്ല. പലതരം കണക്കുകൾ വരുന്നുണ്ട്. ഇടിമിന്നൽ ഏൽക്കുന്ന സമയത്ത് ഇറിഡിയമായിട്ട് മാറാൻ സാധ്യതയുള്ള രാസമിശ്രിതമാണെന്ന് ചിലർ പറയുന്നു. അതൊക്കെയാണ്. അല്ലെങ്കിൽ പോലും 11 കിലോഗ്രാം ഭാരം വരുന്ന സ്വർണം പൂശിയ ഈ വാജിവാഹനം അയ്യപ്പൻ്റെ വാഹനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമലയിൽ ഉത്സവം നടക്കുന്ന നാൾ മുതൽ ആറാട്ട് വരെയുള്ള സമയത്ത് ശബരിമലയിലെ അയ്യപ്പൻ ഈ വാജിവാഹനത്തിൻ്റെ പുറത്താണ് സഞ്ചരിക്കുക എന്നതാണ് വിശ്വാസം. എന്നാൽ ദ്വാരപാലക ശില്പപാളിയിലും കട്ടളപ്പാളിക്കും അപ്പുറത്തേക്ക് വാജിവാഹനം വരുമ്പോൾ ഈ വാജിവാഹനം മാത്രമല്ല, വാജിവാഹനത്തിനോടൊപ്പമുള്ള അഷ്ടദിക്പാലകർ, ഈ അഷ്ടദിക്പാലകരെയും വാജിവാഹനത്തെ വഹിച്ചുകൊണ്ടുള്ള ഏകദേശം 6.25 മീറ്ററോളം വരുന്ന ഈ കൊടിമരം, ഇതെല്ലാം ഇപ്പോൾ ചർച്ചയായി മാറുകയാണ്. ക്ഷേത്രത്തിൻ്റെ 8 ദിക്കുകളുടെയും കാവൽക്കാരെയാണ് നമ്മൾ അഷ്ടദിക്പാലകർ എന്ന് പറയുന്നത്. പ്രേക്ഷകർക്ക് കാണാം, ശബരിമലയിൽ അഴിച്ചെടുത്ത കൊടിമരത്തിൻ്റെ മുകളിലുള്ള അഷ്ടദിക്പാലകരുടെ ചിത്രങ്ങളാണ് ഈ പ്രേക്ഷകർ കാണുന്നത്. വിഗ്രഹത്തിൻ്റെ സമാനമായ സ്വഭാവവും വിഗ്രഹത്തിന് സമാനമായ വിശ്വാസമൂല്യവും ഉണ്ട് അഷ്ടദിക്പാലകർക്ക്. കൊടിമരത്തിലെ 8 ശില്പങ്ങളടങ്ങിയ ഭാഗമാണ്. ധ്വജത്തിൻ്റെ താഴ്ഭാഗത്ത് പഞ്ചവർഗത്തറയ്ക്ക് മുകളിലാണ്. ഇതാണ് പഞ്ചവർഗത്തറ എന്ന് പറയുന്നത്. ഓർമ്മിക്കണം, ഈ പഞ്ചവർഗത്തറയ്ക്ക് കേടുപാടുണ്ടായിരുന്നില്ല. ഈ അഷ്ടദിക്പാലകരിൽ ഒന്നിനും കേടുപാടുണ്ടായിരുന്നില്ല. വാജിവാഹനത്തിന് കേടുപാടേ ഉണ്ടായിരുന്നില്ല. കേടുപാടുണ്ട് എന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് കൊടിമരത്തിൻ്റെ താഴ്ന്ന ഭാഗത്ത് മാത്രമായിരുന്നു എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. കൊടിമരം നിർമ്മിക്കുന്നത് 1971-ലാണ്. ഉൾവശം പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കൊടിമരം. അതാണ് ഇതിൽ ഏറ്റവും കൗതുകമായിട്ടുള്ള കാര്യം. പുതിയ കൊടിമരം സ്ഥാപിക്കുന്നത് 2017-ലാണ്. അതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. ഈ പൊളിക്കൽ ചടങ്ങുകൾ 2017 ഫെബ്രുവരി 17 ആരംഭിക്കുന്നു. വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്നിപ്പോൾ കണ്ടെടുത്തു. തന്ത്രിക്ക് അവകാശപ്പെട്ടതെന്ന് തന്ത്ര സമുച്ചയത്തിൽ പറയുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. അഷ്ടദിക്പാലകർ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും വലിയ നിശ്ചയവുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം, ഞാൻ ജിമ്മിയിലേക്ക് പോകുന്നതിന് മുമ്പ്, ജിമ്മി ഈ 1971 നിർമ്മിച്ച് 2017 ഇപ്പോൾ വിവാദ വിഷയമായിരിക്കുന്ന ഈ കൊടിമരം ത്തിൻ്റെ ഉൾഭാഗം യഥാർത്ഥത്തിൽ കോൺക്രീറ്റ് കൊണ്ടാണ് അന്ന് നിർമ്മിച്ചത്. പിന്നീടാണ് അയ്യപ്പ സേവാ സംഘം കൊടുത്ത നല്ല കാതലുള്ള തേക്ക് തൈലാദിവാസം കഴിഞ്ഞ് 6 മാസത്തോളം എണ്ണത്തോണിയിലിട്ട് നല്ലെണ്ണയൊക്കെ മുക്കി നല്ല ഒന്നാന്തരം രാമച്ചത്തിലെടുത്ത് നല്ല കട്ടിയാക്കി മാറ്റിയ തേക്ക് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയതായിട്ടും തന്ത്രി പറഞ്ഞതായിട്ടും പുറത്തു വരുന്ന വിവരം, ഉള്ളിൽ കോൺക്രീറ്റുള്ള ഈ കൊടിമരത്തിൻ്റെ അടിഭാഗത്ത് ചിതലരിച്ചു, ജീർണത സംഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ വിചിത്രമായൊരു സംഭവമായിട്ട് തോന്നുന്നു. ഈ കഥകളിൽ നമ്മൾ കണ്ടതിനേക്കാൾ വലിയ കഥയാണോ ഇനി പുറത്തു വരാൻ പോകുന്നത്? ഇപ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. അജയ് തറയിൽ ദേവസ്വം ബോർഡ് അംഗമായിട്ട് അന്ന് തുടരുന്നുണ്ട്.
നമുക്കറിയാം അന്ന് എസ് കുറുപ്പ് അന്നത്തെ അഭിഭാഷക കമ്മീഷണറും ആ സമയത്തുണ്ട്. അപ്പോൾ ഇതൊരു വലിയ തട്ടിപ്പിൻ്റെ കഥയാണോ ഇനി പുറത്തു വരാൻ പോകുന്നത്? നമ്മളെയൊക്കെ ഈ അഷ്ടമംഗല്യ ദേവപ്രശ്നത്തിലൂടെ എന്ന് പറഞ്ഞ് തട്ടിക്കുകയായിരുന്നോ ഈ സംഘം എന്നൊരു ചോദ്യം സ്വാഭാവികമല്ലേ ജിമ്മി? ശബരിമലയല്ല, പല സ്ഥലങ്ങളിലെയും എന്നതുപോലെ ശബരിമലയിലെയും ഈ ദേവപ്രശ്നം ഒരു വല്ലാത്ത സംശയാസ്പദമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ഇപ്പോഴല്ല, മുമ്പ് ഓർക്കുന്നുണ്ടോ, ഒരു സിനിമാ നടി ശബരിമലയിൽ കയറി ദേവൻ്റെ വിഗ്രഹത്തിൽ തൊട്ടു എന്ന് പറഞ്ഞൊരു ഒരു ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതായി ഒരു പണിക്കര് പറയുന്നു. പിന്നീട് നമുക്ക് തെളിയുകയാണ് ഈ സിനിമാ നടി തന്നെയാണ് ഈ പണിക്കരെ നേരത്തെ വിളിച്ച് പറയുകയും ഈ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തതെന്ന്. പക്ഷേ അന്ന് അങ്ങനെയല്ല. ഈ സ്വർണ്ണക്കൊള്ള, ഈ ശബരിമലയിൽ ഈ സ്ത്രീ സാന്നിധ്യം ഉണ്ടെന്ന് അഷ്ടമംഗല്യ പ്രശ്നത്തിൽ തെളിഞ്ഞതിന് ശേഷം ഈ നടി അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. പക്ഷേ പിന്നീട് നമ്മൾ അറിയുന്നത് നേരത്തെ പണിക്കാർക്ക് അറിയാമായിരുന്നു എന്നുള്ളത്. അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് എല്ലാം പുറകോട്ട് തിരിഞ്ഞാലോചിക്കുമ്പോൾ അവിടെ മുതലേ സംശയിച്ച് തുടങ്ങണമോ? നമ്മൾ തുടങ്ങിയത് 2024 ഒരു ചട്ടലംഘനത്തിൽ നിന്നാണ്. അവിടുന്ന് നമ്മൾ അഷ്ടദിക്പാലകരിലും അതിന് പിന്നാലെ തങ്കവാതിലിലേക്കും അതിന് പിന്നാലെ കൊടിമരത്തിലേക്കും ഇപ്പോൾ കൊടിമരത്തിന് മുകളിലുള്ള ആ വാജിവാഹനത്തിലേക്ക് എത്തുകയാണ്. ഈ വാജിവാഹനത്തിൻ്റെ പ്രത്യേകത കൊടിമരം മാറ്റുന്നതിനും വളരെ മുമ്പേ, അതായത് ശബരിമലയിലെ ഇപ്പോഴത്തെ സ്ഥിതി ചെയ്യുന്ന ശബരിമല ആ പ്രതലത്തിനും 40 അടി മുകളിൽ നിൽക്കുന്ന ഈ വാജിവാഹനം അത് 1950 തീപിടുത്തത്തിനും മുമ്പേ അവിടെയുള്ള വാജിവാഹനമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. കൊടിമരത്തിനും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പണ്ട് മുതലേ. അപ്പോൾ എത്ര വിലപിടിപ്പിലുള്ള സാധനമാണ്. ഈ സാധനം അടിച്ചുകൊണ്ട് പോകാനായിരുന്നോ ഈ ദേവപ്രശ്നം എന്നുപോലും സംശയിത്തക്ക രീതിയിൽ ശബരിമലയിൽ മുമ്പ് നടന്ന ദേവപ്രശ്നവും അതിന് പിന്നീട് നടന്ന ഒരു ദേവപ്രശ്നവുമെല്ലാം സംശയമുനയിലാണ് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. അപ്പോൾ അവിടെ മുതൽ സംശയിക്കണം. ഓക്കെ, ഞാൻ ആൻഡ്രൂ അഗസ്റ്റിനിലേക്ക് വരാം. ആൻഡ്രൂ അഗസ്റ്റിൻ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന കാർഡാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അതായത് 2004 മുതൽ നമ്മൾ 2025 വരെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഭരണസമിതിയും നമ്മളൊന്ന് വേഗത്തിൽ നോക്കിപ്പോയാൽ ഇവിടെ എവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പാട്ടനുസരിച്ച് പോറ്റിയെ കയറ്റിയേ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, പാരടിപ്പാട്ട്, അതിപ്പോൾ UDF തിരിച്ചടിക്കുമോ എന്നുള്ളതാണ് ഒരു സംശയം. സമകാലിക മലയാളത്തിൽ വന്നിരിക്കുന്ന ഒരു ലേഖനത്തിൽ 2004 അതായത് ജി കാർത്തികേയനും പിന്നീട് അതിനുശേഷം KC വേണുഗോപാലും ദേവസ്വം വകുപ്പ് മന്ത്രിമാരായിരുന്ന കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഈ സമകാലിക മലയാളത്തിലെ ലേഖനത്തിൽ പറയുന്നത്. അന്ന് 2004 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലുണ്ട്. ആ സമയത്ത് G രാമൻ നായരായിരുന്നു, UDF പ്രതിനിധിയായ G രാമൻ നായരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആ സമയത്ത് KC വേണുഗോപാലും G കാർത്തികേയൻ നായരും ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. 2006 G സുധാകരൻ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയാകുമ്പോഴും ആദ്യഘട്ടത്തിൽ G രാമൻ നായരുണ്ട്. ഓർമ്മിക്കണം, 2007 CK ഗുപ്തൻ വരുന്നതിന് മുമ്പ് G രാമൻ നായർ, അതായത് UDF ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ ഒപ്പം തന്നെ ഈ തന്ത്രിയും നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ആ സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് G രാമൻ നായരാണ്, UDF പ്രതിനിധിയാണ്, ഭരിക്കുന്നത് G സുധാകരനാണെങ്കിലും. അപ്പോൾ നോക്കൂ, സമകാലിക മലയാളത്തിൽ വന്നിരിക്കുന്ന ലേഖനപ്രകാരം KC വേണുഗോപാൽ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വന്നതെന്ന് ആ ലേഖനം പറയുന്നു. G രാമൻ നായരുടെ അധ്യക്ഷതയിൽ. G രാമൻ നായർ തുടരുന്ന 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുമായിട്ട് നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വരുന്നുണ്ട്. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന 2007 ചിത്രം ഈ G രാമൻ നായരുടെ കാലഘട്ടത്തിലുള്ളതാണ്. പിന്നീട് 2011 VS ശിവകുമാർ ദേവസ്വം ബോർഡ് മന്ത്രിയാവുന്നു. M രാജഗോപാൽ നായർ അന്ന് LDF അതായത് G സുധാകരൻ്റെ കാലത്ത് CK ഗുപ്തന് ശേഷം M രാജഗോപാൽ നായരും പിന്നീട് UDF 2 പേർ MP ഗോവിന്ദൻ നായരും പ്രയാർ ഗോപാലകൃഷ്ണൻ. ഈ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ് രണ്ടാമത്തെ, അതായത് ഇപ്പോൾ വിവാദമായ ഈ അഷ്ടമംഗല്യ ദേവപ്രശ്നം നടക്കുന്നത്. ആ സമയത്ത് 3 പേരേ ഉള്ളൂ. ഒന്ന് M രാജഗോപാലൻ നായർ LDF കാലത്ത് 2012 വരെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞാൽ MP ഗോവിന്ദൻ നായർ 2012-15 കാലഘട്ടം. 2015 ശേഷം പ്രയാർ ഗോപാലകൃഷ്ണൻ വരുന്നു. അത് പിന്നീട് പിണറായി സർക്കാരിൻ്റെ കാലത്ത് വരുമ്പോൾ 2 വർഷമായി ചുരുക്കി. പിന്നീട് ദേവസ്വം പ്രസിഡൻ്റായിട്ട് പത്മകുമാർ വരുന്നു. ഇതാണ് നമ്മുടെ മുന്നിലുള്ള സംഭവം. 2016 കടകംപള്ളി സുരേന്ദ്രൻ്റെ കാലത്താണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ കാര്യം നടക്കുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ അന്ന് UDF പ്രതിനിധിയെ തുടരുന്നുണ്ട്. അതിനുശേഷം പത്മകുമാറും വാസുവുമാണ്. പിന്നീട് K രാധാകൃഷ്ണൻ, VN വാസുവിനും, ഇപ്പോൾ K അനന്തഗോപനും PS പ്രസാദും K ജയകുമാറും. അതാണ് ഈ നിലവിൽ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രം. അപ്പോൾ ഈ ചരിത്രം നമ്മൾ പറയുന്നത് ആൻഡ്രൂ അഗസ്റ്റിൻ, നിർണായകമായത് ഈ 2011 VS ശിവകുമാറിൻ്റെ കാലം, അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തിരിക്കുന്ന സമയത്ത് MP ഗോവിന്ദൻ നായർ UDF പ്രതിനിധിയായി വരുന്ന സമയത്ത് നടക്കുന്ന അഷ്ടമംഗല്യ ദേവപ്രശ്നം. ആ ദേവപ്രശ്നത്തിൽ തെളിയുന്നു, കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ ഈ കൊടിമരത്തിൽ
ചിതലിരിച്ചിട്ടുണ്ട്, ജീർണതയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അത് മാറ്റാൻ തീരുമാനിക്കുന്നത്. ഏകദേശം ഒരു 3 വർഷത്തോളം എടുത്തു. 2015 കഴിഞ്ഞ് പ്രയാർ ഗോപാലകൃഷ്ണൻ പിന്നീട് അധികാരത്തിൽ വന്ന് 2017 ആകുമ്പോഴാണ് അത് കൊടിമരം മാറ്റുന്നത്. യഥാർത്ഥത്തിൽ സംശയം ഉണ്ടാവുന്നത് മുഴുവൻ ഈ കാലഘട്ടത്തിലല്ലേ ആന്റോ അഗസ്റ്റിൻ? 2004 ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായിട്ട് ശബരിമലയിൽ കയറുന്നത് എന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതമായിട്ട് തോന്നുകയാണ്. കാരണം 2011 ശേഷമുള്ള കഥകളെ നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ 2004 KC വേണുഗോപാലും പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് കയറുന്നത് എന്നുള്ളത് വലിയ അത്ഭുതമായിട്ട് തന്നെ ഇപ്പോൾ എല്ലാവരും പറയുകയാണ്. അതിന് ശേഷം കൊണ്ട് നടന്നതാണ് 11 തുടങ്ങി 16 വരെയുള്ള UDF ഭരണകാലത്ത് ശബരിമലയിൽ എന്താണ് നടന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണമാണ്. കാരണം 11 കിലോയോളം വരുന്ന ഈ പറഞ്ഞ വാജിവാഹനം, അഷ്ടദിക്പാലരടക്കമുള്ള ഈ കൊടിമരത്തെ, സ്വർണ്ണം പൂശിയ കൊടിമരത്തിൻ്റെ തലപ്പത്തുള്ള 11 കിലോയോളം വലിപ്പമുള്ള സാധനം എടുത്ത് നമ്മുടെ തന്ത്രിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനും അജിത് തറയിലെല്ലാം കൂടിയിട്ടാണ്. അതിൻ്റെ വിഷ്വൽസ് ആണ് റിപ്പോർട്ടർ TV പുറത്തുവിട്ടത്. ആന്റോ അഗസ്റ്റിൻ, ഞാൻ ആ ചിത്രം ഒന്ന് കാണിക്കട്ടെ. ഇപ്പോൾ ആന്റോ അഗസ്റ്റിൻ പറഞ്ഞ ആ ചിത്രമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. നോക്കൂ, 11 കിലോയോളം വരുന്ന ശബരിമല അയ്യപ്പൻ്റെ വാഹനമായ വാജിവാഹനം പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ചേർന്നാണ് തന്ത്രി രാജീവ് കണ്ഠയുടെ കയ്യിൽ കൊടുക്കുന്നത്. കോടികൾ ഒരുപക്ഷെ ഇതിന് വിലമതിക്കുമെന്നുള്ളതാണ് ചിലർ പറയുന്നത്. 75 വർഷത്തെ പഴക്കമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഊരായ്മ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. അതായത് ഇവിടെ ദേവസ്വം ബോർഡിനാണ് ഇത് കൈമാറേണ്ടത്. നേരത്തെ ഇരാറ്റുപേട്ടയിലെ ഒരു ക്ഷേത്രത്തിൽ, അതേപോലെ ശ്രീവല്ലഭ ക്ഷേത്രത്തിലൊക്കെ ഇത്തരത്തിൽ വിഗ്രഹ സമാനമായിട്ടുള്ള ഇത്തരം ഉരുപ്പടികൾ ദേവസ്വം ബോർഡിലേക്ക് കൈമാറുകയാണ് പതിവ്. അത് ഒന്നുകിൽ നശിപ്പിച്ച് കളയണം, അതല്ലെങ്കിൽ ബലി വിഗ്രഹത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാമെന്നുള്ളത്. അത് 75 വർഷം മുന്നേ എന്ന് പറയുന്നത്, ഈ 75 വർഷം മുന്നേ എന്ന് പറയുന്നത് അത് തീ പിടിക്കുന്നതിന് മുൻപുള്ളതാണ്. അപ്പൊ അത് തന്നെ എടുത്തിട്ട് ഈ കൊടിമരത്തിന്റെ മേലെ വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, അതാണ് അങ്ങ് പറഞ്ഞതുപോലെ. അതായത് വളരെ വ്യക്തമാണ് ഈ വാജിവാഹനം കൊടുക്കുന്നത് ആരാണ് എന്നുള്ളത് വ്യക്തമാണ്. ഈ ദൃശ്യങ്ങൾ നോക്കൂ. ഇതാണ് അങ്ങ് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ രാജീവ് കണ്ഠരും 2007 G രാമൻ നായരുടെ സമയത്ത് സന്നിധാനത്ത് നിൽക്കുന്നത്. തൊട്ടു പിന്നിലുണ്ട്, പ്രധാന പരികർമ്മിയായിട്ട് അദ്ദേഹം അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമകാലിക മലയാള ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഇതിന് 3 വർഷം മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയിട്ടുണ്ടാവണം എന്നതിൻ്റെ സൂചനയാണ്. അങ്ങനെ പറയാൻ കഴിയില്ല ആന്റോ അഗസ്റ്റിൻ? അല്ല, തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറയുന്നത് ഈ 2011-16 കാലയളവിന് ചെറുതായിട്ടേ കാണാൻ കഴിയില്ല എന്ന്. കാരണം ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഒരു അഷ്ടദിക്പാലം, എന്നാൽ ശബരിമലയുടെ എല്ലാ ഭാഗങ്ങളെയും സൂക്ഷിക്കുന്ന പിന്നെ അതാണ് കാവൽക്കാരായ ദേവന്മാരടക്കമുള്ള, അതുപോലെ തന്നെ പിന്നെ ശബരിമലയിലെ പിന്നെ ഉത്സവം തുടങ്ങി ആറാട്ട് വരെയുള്ള കാലയളവിൽ അയ്യപ്പൻ ഇരിക്കുന്ന വാജിവാഹനം അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വിഗ്രഹ സംവിധാനങ്ങളെയും, ഏറ്റവും പ്രധാനപ്പെട്ട വിലപിടിപ്പുള്ള സംവിധാനങ്ങളെ എടുത്ത് ആരുടെ കയ്യിൽ കൊടുക്കുകയാണ്? ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊടുക്കുകയാണ്. എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്? ഒരു രേഖയില്ല. അപ്പോൾ അതിൻ്റെ സമീപത്തുള്ളവരും ആ സമയത്തുള്ളവരൊക്കെ പറയുന്നത് എന്താ അറിയോ? കണ്ണുകൊണ്ട് കാണിച്ചു. എന്താണ് അത്? പിന്നെ ഉണ്ണികൃഷ്ണൻ പിന്നെ നമ്മുടെ തന്ത്രിയുടെ കയ്യിൽ കൊടുത്തോളാൻ കണ്ണുകൊണ്ട് കാണിച്ചു എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് കാണിച്ചപ്പോൾ ഇതെടുത്ത് കയ്യിൽ കൊടുത്തു. ഇപ്പോൾ കേൾക്കുന്നത് എന്താണ്? ഇപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ അനുമതി വേണം, എല്ലാ അനുമതികളും വേണം. കഴിഞ്ഞ 2 ആഴ്ച 3 ആഴ്ചയായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് മുഴുവൻ എന്താണ് ഈ പറയുന്ന വാതിൽ പാളികളും അടത്തി കൊണ്ടുപോകുന്നതിന് തന്ത്രിയുടെ അനുമതി മേടിച്ചില്ല, ദേവസ്വം ബോർഡിൻ്റെ അനുമതി മേടിച്ചില്ല, ആരും അനുമതി മേടിച്ചില്ല. പക്ഷേ ഇത് നോക്കിക്കേ, ആ പ്രധാനപ്പെട്ട എല്ലാ പിന്നെ വിഗ്രഹങ്ങളും ഈ പറയുന്ന വാജിവാഹനം എടുത്തു കൊടുക്കുന്നതിന് കണ്ണുകൊണ്ട് കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ആ സമയത്ത് നടന്നത് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ഞാൻ അതിന് മുൻപ് ഈ 2015 ഈ ജന്മഭൂമിയുടെ ഒരു പിന്നെ പ്രസ് റിലീസ് ഉണ്ട്. അതിനകത്ത് പറയുന്നത് ശബരിമലയിൽ പുതുതായി നിർമ്മിക്കുന്ന കൊടിമരത്തിന് ദേവസ്വത്തിൻ്റെ സ്വർണ്ണം ഉപയോഗിച്ച് നിർമ്മിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MB ഗോവിന്ദൻ നായർ അടക്കമുള്ള തീരുമാനിച്ചു. ഇതിനായി 130 കിലോ സ്വർണ്ണമാണ് വേണ്ടത്. ഭക്തൻ നൽകിയ സ്വർണം ദേവസ്വത്തിൻ്റെ പക്കലുണ്ട്. ഇത് ഉപയോഗിച്ച് പൂർണ്ണമായും സ്വർണ്ണത്തിൽ തന്നെ കൊടിമരം നിർമ്മിക്കാനാവും. കൊടിമരത്തിന് 15 പറയും, വെണ്ട, ദഡ്, വാഹനം, അഷ്ടദിക്പാലകർ, പഞ്ചവർഗത്തറ എന്നിവയ്ക്കും സ്വർണം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും സ്വർണവും സംവിധാനവും എല്ലാം ശബരിമലയിൽ തന്നെ ഉണ്ട്. അത് വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ആ സമയത്ത് പറയുന്നത് എന്താ അറിയോ? നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സിമെൻറ്റ് കോൺക്രീറ്റ് തൂണാണ് അടിയിൽ പിന്നെ ദ്രവിച്ചു എന്ന് പറയുന്നത്. നോക്കൂ ആന്റോ അഗസ്റ്റിൻ പറഞ്ഞ ആ പോയിന്റ് നമുക്ക് ഈ ചിത്രങ്ങളിൽ വളരെ വ്യക്തമാണ്. പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. ഇതാണ് കൊടിമരത്തിൻ്റെ ഈ പഞ്ചവർഗത്തറയ്ക്ക് മുകളിൽ, അഷ്ടദിക്പാലകർക്ക് മുകളിൽ കാണപ്പെടുന്ന കൊടിമരത്തിൻ്റെ ഭാഗം. പ്രേക്ഷകർക്ക് വ്യക്തമായിട്ട് കാണാം.
ഈ കൊടിമരമാണ് സ്വർണം പൂശിയിരുന്നത്. ഈ കൊടിമരം കോൺക്രീറ്റ് കൊണ്ടാണ് അതിൻ്റെ ഉൾഭാഗം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ കാണാം. തടി കൊണ്ടായിരുന്നില്ല. 2017 ശേഷമാണ് തേക്കിനകത്ത്, നല്ല ഒന്നാം തരം തേക്കിനകത്ത് ഈ കൊടിമരം നിർമ്മിക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച കൊടിമരം എങ്ങനെയാണ് ഈ അടിഭാഗത്ത് ചിതലിരിക്കുക? വളരെ പ്രധാനപ്പെട്ട അറിയില്ലായിരുന്നു ഇവർക്കത്. പിന്നെ എന്താണ് ഈ പറഞ്ഞ മരത്തിലാണോ നിർമ്മിച്ചത് കോൺക്രീറ്റിലാണോ നിർമ്മിച്ചതെന്ന് അറിയാത്തത് കൊണ്ടാണ് പറഞ്ഞത് അത് മരമായിരിക്കും എന്ന് വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്ന തേക്ക് മരം കൊണ്ട് ഈ എണ്ണയിലിട്ടതിന് വൃത്തിയാക്കി എടുക്കുന്നത്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടാണ് ഇത് പൊളിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്ത് ഈ പറഞ്ഞത് ഇത് തേക്കല്ല, ഇത് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് ആണ് എങ്ങനെയാണ് ചതലരിക്കാൻ കഴിയുക? അതാണ് ഇതിനകത്ത് വേറൊരു പ്രശ്നം. ഈ ചർച്ചകളെല്ലാം വന്ന് ഈ സോണിയാഗാന്ധിയിലേക്ക് നിൽക്കുമ്പോൾ BJP നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം, അത് നമ്മൾ ഒട്ടും വിശ്വസിക്കാത്തൊരു കാര്യമാണ്. ഒരു തരത്തിലും അങ്ങനൊരു സംഭവമേ നടന്നിട്ടുണ്ടാവില്ല എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ അങ്ങനെ ഒരു ആരോപണത്തിന് ഇടയാക്കി കൊടുത്തു. കാരണം പിയാസുൽ കൂടി നമുക്കിപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. പിയാസുലിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ വന്ന് കണ്ടത് പിന്നീട് BJP വേറൊരു തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി. ഇറ്റലിയിലുള്ള ആൻറ്റീക്ക് ഷോപ്പിനെയൊക്കെ അതിലേക്ക് പിടിച്ചുകൊണ്ട് വന്നു. അതിലൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല, ഒരു തെളിവ് നമ്മുടെ മുന്നിലില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ അഷ്ടദിക്പാലകർ എന്ന് പറയുന്നത് ഒരു ആൻറ്റീക്കായിട്ടുള്ള മെറ്റീരിയൽ കൂടിയാണ്. അതിന് വിശ്വാസമൂല്യമുണ്ട്. അത് പഞ്ചലോഹ വിഗ്രഹമാണ്. അതിൻ്റെ പുറത്ത് സ്വർണം പതിച്ചിട്ടുണ്ട്. ഇത് കൂടാതെയാണ് നമ്മൾ നേരത്തെ കാണിച്ച ഈ വാജിവാഹനത്തിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ PSL എൻ്റെ ചോദ്യം ഇതാണ്, ഈ അഷ്ടദിക്പാലകരടക്കം അത് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സൂചനയും ഇപ്പോഴില്ല. വാജിവാഹനം പോറ്റിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കണ്ണുകൊണ്ട് കാണിച്ച് പോറ്റിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? കാരണം മഹസറിൽ എഴുതി ഒപ്പിടാതെ ഒരു സാധനവും തിരുവാഭരണ കമ്മീഷണറുടെ കസ്റ്റഡിയിലുള്ള അഷ്ടദിക്പാലകരാവട്ടെ, കൊടിമരത്തിൽ പൂശിയിരുന്ന സ്വർണ്ണമാവട്ടെ, അതല്ലെങ്കിൽ വാജിവാഹനമാകട്ടെ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തുവിടാനൊക്കെ കഴിയുമോ? അപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മൾ കേട്ട ദ്വാരപാലക ശില്പപാളികളെക്കാൾ കട്ടളപ്പാളിയേക്കാൾ ഗൗരവമുള്ളതല്ലേ പിയാസുനിൽ? ഞാൻ വളരെ അത്ഭുതത്തോടെയാണ് അജയ് തറയലിന്റെ വാക്കുകൾ കേട്ടത്. അജയ് തറയൽ പറഞ്ഞത് ഈ വാജിവാഹനം എന്നത് ലോഹമാണെങ്കിൽ അത് തന്ത്രിക്കും, മരമാണെങ്കിൽ അത് ദഹിപ്പിച്ച് കളയണം എന്നതാണ് താന്ത്രിക വിദ്യയിൽ പറയുന്നത് എന്നാണ്. താന്ത്രിക വിദ്യയിൽ അങ്ങനെ പറയുന്നേയില്ല എന്നതാണ്. നമ്മുടെ ക്ഷേത്രാചാരങ്ങളിൽ താന്ത്രിക വിദ്യ പ്രധാനമായും നമ്മൾ പാലിച്ചു പോരുന്നത് ഈ തന്ത്ര സമുച്ചയം എന്ന് പറയുന്ന ഗ്രന്ഥപ്രകാരമാണ്. ഇത് 16-ാം നൂറ്റാണ്ടിലോ 17-ാം നൂറ്റാണ്ടിലോ എഴുതിയതാണ്. അത് പ്രകാരമാണ് ക്ഷേത്രത്തിലെ തന്ത്രിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഇപ്പോഴും പാലിച്ചു പോരുന്നത്. അപ്പോൾ ഈ തന്ത്ര സമുച്ചയ പ്രകാരമാണ് ശബരിമലയിലെയും തന്ത്രിയുടെ അധികാരങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ തന്ത്ര സമുച്ചയത്തിൽ വളരെ കൃത്യമായി ഒരു തന്ത്രിക്ക് എന്ത് അധികാരം എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 1 പൂജകളുടെ കാര്യത്തിൽ, 2 പ്രതിഷ്ഠയുടെ കാര്യത്തിൽ, 3 പുനഃപ്രതിഷ്ഠയുടെ കാര്യത്തിൽ, 4 ആചാരപരമായ കാര്യത്തിൽ, 5 ശുദ്ധീകരണത്തിന്റെ കാര്യത്തിൽ. ഇത്ര മാത്രമാണ് ഒരു തന്ത്രിയുടെ അവകാശം, അധികാരം എന്ന് പറയുന്നത്. മറ്റ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ, ക്ഷേത്രത്തിലെ വരവ്, അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കെട്ടിടങ്ങൾ, ക്ഷേത്രത്തിന്റെ മറ്റ് സമ്പത്ത്, ഇതെല്ലാം ക്ഷേത്ര ഭരണസമിതിക്ക് അധിഷ്ഠിതമാണ്. 1950കളിലാണ് ദേവസ്വം ബോർഡുകൾ വരുന്നത്. അപ്പോൾ 1950കൾക്ക് മുൻപ് എങ്ങനെയായിരുന്നു ക്ഷേത്ര മാനേജ്മെന്റുകൾ? അത് രാജഭരണകാലത്തൊക്കെയുള്ള സാഹചര്യങ്ങൾ, അത് രാജാക്കന്മാരായിരിക്കാം, അല്ലെങ്കിൽ നാടുവാഴികളായിരിക്കാം, അങ്ങനെ ഉള്ള ക്ഷേത്ര മാനേജ്മെന്റുകളാണ് ക്ഷേത്രത്തിലെ ആ സ്വത്തുക്കളൊക്കെ തന്നെ മേൽനോട്ടം വഹിച്ചിരുന്നത്. 1950കൾക്ക് ശേഷം ദേവസ്വം ബോർഡിന് കീഴിലാണ്. കൊടിമരം എന്ന് പറയുന്നത് ദേവന്റെ സ്വത്താണ്. എന്താണ് കൊടിമരം എന്ന് പറയുന്നത്? കൊടിമരം എന്ന് പറയുന്നത് ദേവന്റെ സാന്നിധ്യം അറിയിക്കുന്നതാണ് ഈ കൊടിമരം എന്ന് പറയുന്നത്. അപ്പോൾ ദേവന്റെ സ്വത്താണ് കൊടിമരം. അത് സ്വാഭാവികമായും അത് തന്ത്രിക്ക് യാതൊരു അവകാശവും ഇല്ലാത്തതാണ്. അപ്പോൾ തന്ത്രിക്ക് യാതൊരു അവകാശവുമില്ല എന്ന് തന്ത്ര സമുച്ചയത്തിൽ തന്നെ പറയുന്നത്. തന്ത്ര സമുച്ചയം എന്ന് പറയുന്നത് അത് പാലിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ക്ഷേത്രാചാരങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ ആ തന്ത്ര സമുച്ചയത്തിൽ പോലും പറയാത്ത ഒരു കാര്യം ഇപ്പോൾ അജയ് തറയൽ പറയുകയാണ്, താന്ത്രിക വിദ്യ പ്രകാരം ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നാണ്. അതായത് ശബരിമല ക്ഷേത്രത്തിലെ ഒരു സ്വത്ത്, അത് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യേണ്ട ഒരു സ്വത്ത്, അത് തന്ത്രിക്ക് കൊടുക്കാനായി ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയാണ്. ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് നിയമപരമായും ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു രേഖയുമില്ലാതെയാണ് കൊടുത്തുവിടുന്നത്. അപ്പോൾ ഈ താന്ത്രിക വിദ്യ പ്രകാരവും ഇത് വലിയ ലംഘനമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇത് കാണാം. ഒരിക്കൽ കൂടി പ്രേക്ഷകർ, നമ്മൾ ചർച്ചയിലേക്ക് കടക്കും മുമ്പ്, ഇതാണ് കൊടിമരം. ഈ കൊടിമരത്തിൻ്റെ ഇതാണ് പഞ്ചവർഗത്തറ. ആ പഞ്ചവർഗത്തറ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ പഞ്ചലോഹം കൊണ്ടാണ്. അവിടെ തന്നെ പ്രേക്ഷകർക്ക് ഈ അഷ്ടദിക്പാലകരിൽ ചിലത് കാണാൻ സാധിക്കും. പ്രേക്ഷകർക്ക് ഈ പഞ്ചവർഗത്തറയിൽ അത് കാണാം. ഇതൊക്കെ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സൂചനയുമില്ല. ഇത് പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന തറയാണ്.
അതിൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കൊടിമരമാണ്. ഇതെങ്ങനെയാണ് ചിതലിരിക്കുക? എങ്ങനെയാണ് ചിതലരിച്ചു എന്ന് പറയാൻ കഴിയുക? 2017 ചിതലരിച്ചു എന്നതിൻ്റെ പേരിൽ മാറ്റുന്നത് ഈ കൊടിമരമാണ്. അതിൻ്റെ പേരിലുള്ള ട്രാൻസാക്ഷൻസ് ഇപ്പോൾ അന്വേഷണ പരിധിയിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ 2 പ്രതികരണങ്ങൾ ഇന്ന് വന്നു. അതൊന്ന് എം പി രാജേഷ് ഇന്ന് UDF-നെ, കോൺഗ്രസിനെ വെല്ലുവിളിച്ചതാണ്. ആ പാരണിപ്പാട്ടുമായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണം ഉയർത്തി UDF-ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കരുത്തുണ്ടോ എന്നുള്ളതാണ് ഇന്ന് എം പി രാജേഷ് ചോദിച്ചത്. എം പി രാജേഷിൻ്റെ ആ ചോദ്യവും അതിന് KPCC പ്രസിഡന്റ് നൽകിയ മറുപടിയും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ശബരിമലയിലെ വിഷയം ഇപ്പോൾ UDF ഉയർത്തുന്നില്ലല്ലോ. അവരെന്തുകൊണ്ടാണ് ഇതിൽ പിന്നാക്കം പോയതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പോറ്റിയെ കയറ്റി എന്നായിരുന്നല്ലോ പാട്ട്. ഇപ്പോൾ ആ പാട്ട് പാടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പോറ്റി കയറിയത് 2004 അന്നത്തെ ദേവസ്വം മന്ത്രി KC വേണുഗോപാലാണ്. ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതത്വമുള്ള, അതീവ സുരക്ഷാ മേഖലയിലുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിലെങ്ങനെ പോറ്റി കയറി എന്ന ചോദ്യം വന്നതോടുകൂടി പിന്നെ പോറ്റി എന്ന വാക്കേ മിണ്ടുന്നില്ലല്ലോ കോൺഗ്രസ്. പോറ്റി ഒരു LDF നേതാവിൻ്റെയും വീട്ടിൽ കയറിയിട്ടില്ല. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും അന്വേഷിക്കുന്ന SITക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം തീർത്തും തെറ്റാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പരിഭ്രമം എന്നാണ് വ്യക്തമാവുന്നത്. ഇതെന്താ, ജനങ്ങളെ ആർക്കെങ്കിലും വിഡ്ഢികളാക്കാൻ സാധിക്കും? എന്താണ് യഥാർത്ഥ ഇഷ്യൂ? എന്താണ്? ആരാണ് പോറ്റിക്ക് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ, ധാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പടി, വാതില് ഒക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ അവസരം ഒരുക്കിയതാരാണ്? സംരക്ഷകർ തന്നെ കള്ളന്മാരായി, കൊള്ളക്കാരായി, ഗൂഢാലോചനയിലെ പങ്കാളികളായി കോടതി തന്നെ വ്യക്തമാക്കിയല്ലേ. ആരുടെ നിയന്ത്രണത്തിലെ അന്വേഷണം? ഞങ്ങളാണോ? ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ? ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പം അതൊക്കെ നിങ്ങളുടെ കാലത്താണെന്ന് പറയുന്നു. ഇല്ലല്ല, അത് ശരിയല്ല. ഇന്നും മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഞങ്ങളെ ഗവൺമെൻറ് ഉള്ളപ്പോൾ അല്ല, 2007 തീരുമാനം എന്താണ്? അവിടെ നിന്ന് ധാരപാലക ശില്പങ്ങൾ അഴിച്ചു മാറ്റാനുള്ള തീരുമാനമല്ലേ? ആ തീരുമാനം ആരെടുത്തു? പത്മകുമാറല്ലേ? അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിലല്ലേ? ആ തീരുമാനം എടുത്ത വ്യക്തി ഇപ്പോഴും പാർട്ടിക്കകത്ത് നിൽക്കുകയാണ്, പാർട്ടി സ്ഥാനത്ത് നിൽക്കുകയാണ്, പാർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാണ്, ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അവരാണ് ഞങ്ങൾക്കെതിരെ. അതൊന്നും ജനങ്ങളുടെ മുമ്പിൽ അതൊന്നും വിലപ്പോവില്ല. UDF പ്രതിരോധത്തിലായോ കൊടിമരത്തിലും വാജിവാഹന വിഷയത്തിലും എന്നുള്ളതാണ് ചോദ്യം. ജിബി, നമ്മൾ ഇതുവരെ കണ്ടത് സ്വർണ്ണക്കൊള്ളയുടെ ഒരു പൂർണ്ണ സിനിമയാണെന്ന് തെറ്റിദ്ധരിച്ചവർക്കാണ് അപ്രതീക്ഷിതമായിട്ടൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. ഇത് 1998 മുതലുള്ളത് അന്വേഷിക്കാം എന്ന് ഹൈക്കോടതി SITയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2015 വരും, 2017 വരും, കൊടിമരം മാറ്റിയതടക്കം വരും. ഇപ്പോൾ നമ്മൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്ത എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നുണ്ട് UDF-നെ? എനിക്ക് ഓർമ്മ വരുന്നത് സന്ദേശം സിനിമയിലെ ഒരു രംഗമാണ്. ഒരാൾ മരിച്ചുപോയി, സംഘർഷത്തിനിടയ്ക്കാണ്. അപ്പോൾ ശ്രീനിവാസനും അതുപോലെ തന്നെ ജയറാമും CPM-ഉം കോൺഗ്രസുമാണ്. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറഞ്ഞിട്ട് ഒരു അടി നടക്കുന്ന, സമരം നടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതിപ്പോൾ ആരുടെ കാലത്താണ് പോറ്റി കയറിയത്, ആരുടെ കാലത്താണ് ഇതിൻ്റെ ഇടപാട് തുടങ്ങിയത്, എന്നാണിത് ഏറ്റവും വലിയ മോഷണം നടന്നത് മുതലായ ചർച്ചകളാണ്. അത്തരം കാര്യങ്ങൾ അപ്രസക്തമാണെന്നുള്ളതാണ് എൻ്റെ നിലപാട്. പോറ്റി 2007 വന്നിട്ടുണ്ടാകാം, 2006 ആ സമയത്ത് ദേവസ്വം ബോർഡ് ആരുടെ കീഴിലായിരുന്നു, സർക്കാരായിരുന്നു മുതലായ വാദങ്ങളിലേക്ക് പോകുന്നത് ബാലിശമാണ്. എന്തു മുതലാണ് ഈ കൊള്ള നടന്നതെന്നാണ് അറിയേണ്ടത്. പോറ്റി ചിലപ്പോൾ പരികർമ്മിയായി വന്ന് കാണും, ഇവരുടെ അടുത്ത ആളായിരിക്കും. എപ്പോഴാണ് ഈ മോഷണം തുടങ്ങിയത് എന്നത് മാത്രം അന്വേഷിക്കുക. എത്രയാണ് മോഷിച്ചത് അന്വേഷിക്കുക. പോറ്റി മോഷിച്ചിട്ടുണ്ടെങ്കിൽ പോറ്റിയും പോറ്റിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും പിടിക്കപ്പെടണം. ഇത് മാത്രമാണ് ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം. ഏത് കാലത്തുള്ളത് പ്രസക്തമല്ല. അപ്പോഴാണ് നമ്മൾ ഇപ്പോൾ കണ്ട സ്വർണ്ണപ്പാളിയും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ തകിടും മറ്റതും മറിച്ച് നോക്കാൻ പുറകോട്ട് പോയി നമ്മളിപ്പോൾ സ്വർണ്ണ കൊടിമരത്തിലെത്തി നിൽക്കുന്നത്. ആ സ്വർണ്ണ കൊടിമരത്തിന് മുകളിലുള്ള അഷ്ടദിക്പാലകരും അതിൻ്റെ മുകളിലുള്ള വാജിവാഹനവും കുതിര, അതും എവിടെ പോയി, എങ്ങനെ പോയി എന്നുള്ള ചോദ്യം വരുന്നു. ആ കാലത്ത് പോറ്റി ശബരിമലയിലെ തന്ത്രി രാജീവ് കണ്ഠരര് അത് എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഈ വാജിവാഹനം എടുത്തുകൊണ്ടുപോയി. അത് പരസ്യമായിട്ടാണ് കൊണ്ടുപോയത്. അതിന് യാതൊരു തരത്തിലുമുള്ള ന്യായീകരണമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാദം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ വാജിവാഹനം കൊണ്ടുപോകാൻ ഇത്രയും ധൃതിപ്പെട്ടത്? അതിന് ഉത്തരം പറയണം. എന്തിനാണ് ഈ വാജിവാഹനം കൊടുത്തുവിട്ടത്? അതിനും ഉത്തരം പറയണം. അപ്പോൾ അത് ആര് കൊടുത്തുവിട്ടു, എന്തിനു കൊടുത്തുവിട്ടു, ഇപ്പോൾ ആ വാജിവാഹനം എവിടെ? ഇതൊരു വലിയ കൊള്ളയുടെ ഭാഗമാണെങ്കിൽ ഇപ്പോൾ വാജിവാഹനം തിരിച്ചു തരാമെന്ന് തന്ത്രി പറയുന്നതും തന്ത്രിയുടെ വീട്ടിലുണ്ടെന്ന് പറയുന്നതുമായ വാജിവാഹനം ശരിക്കുള്ള വാജിവാഹനമാവില്ല.
കളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ, കാരണം 80 വർഷമായി ശബരിമലയിലെ കൊടിമരത്തിൻ്റെ മുകളിൽ മിന്നലൊക്കെ അടിച്ച് എനിക്കറിഞ്ഞൂടാ ഇരിടിയുമാവുന്നൊക്കെയാണ് പറയുന്നത്. ശുദ്ധ അസംബന്ധമാവാനാണ് സാധ്യത. എന്നാൽ ഇരിക്കട്ടെ, ഒരു വിശ്വാസമാണല്ലോ, വിശ്വാസത്തിൽ ചോദ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാധനമാണ്, അതിന് വലിയ വിലയാണ്. കേട്ടില്ല, അത് വിശ്വാസമല്ല, ഇരിടിയൊന്നുമല്ല, അത് പഞ്ചലോഹമാണ്. പഞ്ചലോഹത്തിൽ തീർത്താണ് അത്. മിന്നലടിക്കുമ്പോൾ ഇരിടിയമാകുമെന്ന് പറയുന്നതിന് ശാസ്ത്രീയ അടിസ്ഥാനമൊന്നുമില്ല. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അത് സാധ്യതയില്ല, പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാവും, എന്തോ ആട്ടെ. പക്ഷേ അത് എവിടെ പോയി എന്നുള്ളത് കൃത്യമായി അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത് കൊടുത്തുവിട്ട ആളുകളും സമാധാനം പറയണം. അന്നത്തെ ദേവസ്വം ബോർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് കെ രാഘവനും അന്ന് ആ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിരുന്നു. ഈ 3 പേരും ഉണ്ടായിരുന്നു. അതോടൊപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന ശബരിമലയിലെ കോടതി പ്രത്യേകം തീരുമാനിച്ച അഭിഭാഷക കമ്മീഷൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുത്തു വിട്ടോളൂ എന്ന് പറഞ്ഞു, കൊടുത്തു വിട്ടു എന്നാണ്. ഇത് ഇവരെല്ലാവരും കൂടെ ചേർന്നതാണോ, ഒറ്റയ്ക്കായിരുന്നു? ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിന് പ്രയാറിന് മാത്രമേ ഇതിനകത്ത് പങ്കുള്ളൂ, അതോ പ്രയാർ ഗോപാലകൃഷ്ണനും കൂടെ പങ്കുണ്ടോ, ക്ഷമിക്കണം, അജയ് തറയിലിനും കൂടി പങ്കുണ്ടോ, അതോ അതിൻ്റെ കൂടെ രാഘവനും കൂടി പങ്കുണ്ടോ? ഇതെല്ലാം അന്വേഷിക്കണം. അതുകൊണ്ട് ഇത് LDF ആണോ UDF ആണോ യാടെ കാരണത്തിന് തോണ്ടിയെന്നുള്ള പ്രസക്തമല്ല. അന്വേഷിക്കട്ടെ. ഒരു പുതിയ കാര്യം നമ്മൾ എത്രയോ ദിവസമായി വാജുവാഹനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, കൊടിമരത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് പുറത്തു വരട്ടെ. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ കൊടിമരത്തിന് മുകളിലുള്ള വാജുവാഹനം കണ്ടിട്ട് നിങ്ങൾ വേറൊരു കാര്യം മറന്നുപോയോ? ഇത് സ്വർണ്ണപ്പറയാണ് ഈ കൊടിമരത്തിന് ചുറ്റും തീർത്തിരിക്കുന്നത്. ഏതാണ്ട് 10 കിലോ സ്വർണ്ണമുണ്ട്. ഈ സ്വർണ്ണം അവിടെ പോയി. ഈ സ്വർണം ശബരിമലയിലെ സ്റ്റോർ റൂമിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റോർ റൂമിൽ അത് അവിടെ കാണണമല്ലോ, 10 കിലോ സ്വർണം. കാരണം ഇത് സ്പോൺസർ ചെയ്ത ഫിനിക്സ് ഗ്രൂപ്പ് 3 കോടി രൂപയ്ക്കാണ് ഈ പുതിയ കൊടിമരം സ്പോൺസർ ചെയ്ത് തീർത്തത്. അപ്പോൾ 3 കോടി രൂപ വിലയുള്ള സ്വർണം അവിടെയുണ്ട്. ഇനി ഈ സ്പോൺസറെ വെച്ചുകൊണ്ട് ആ സമയത്ത് ആരെങ്കിലും പിരിവ് നടത്തിയിരുന്നോ? 2 ദേവസ്വം ബോർഡുകൾ ഈ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അവരാരെങ്കിലും പിരിവ് നടത്തിയിരുന്നോ? ഈ സ്വർണം അവിടെ പോയി അന്വേഷിക്കണ്ടേ? ഒന്ന്, അപ്പോൾ സ്റ്റോർ റൂമിൽ കാണണം. രണ്ടാമത്തേത്, ശബരിമലയിൽ 18 പടികളും പഞ്ചലോഹ വിഗ്രഹത്താൽ തീർത്തതാണ് ഈ 18 പടികളും. ഈ 18 പടികളുടെ തൂക്കമെല്ലാം കൂടെ 2700 കിലോ വരും. പഞ്ചലോഹങ്ങളാണ്, 5 ലോഹങ്ങളാണ്. ഒരു പടിക്ക് 160 ആണെങ്കിൽ ഒരു 1.6 കിലോ ഗോൾഡ് ഉണ്ട് ഒരു സ്റ്റെപ്പിന്. ഈ 18 പടികൾ മാറ്റിയിട്ടാണ് പുതിയ പടികൾ കൊണ്ടുവച്ചത്. അപ്പോൾ ആ പഞ്ചലോഹത്തിൽ 18 പടിയോടെ പോയി അതും സ്റ്റോർ റൂമിലാണ് ഇരിക്കുന്നത്. സ്റ്റോർ റൂമിൽ നോക്കണം. ഇനി അത് കഴിഞ്ഞ് 2016-17 ആകുമ്പോഴേക്കും ശബരിമലയിലെ വാതിൽ അങ്ങനെ തന്നെ ഇളക്കി മാറ്റി പുതിയ വാതിൽ വെക്കുകയും പുതിയ സ്വർണം പൂശുകയും ചെയ്തു. ആ വാതിൽ, പഴയ വാതിലിലെ സ്വർണം അവിടെ പോയി. അത് 4.5 കിലോയുണ്ട്. 4 കിലോയ്ക്ക് മുകളിൽ 4.5 കിലോ വരെയുണ്ട്. അതവിടെ പോയി. അതും സ്റ്റോർ റൂമിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റോർ റൂമിൽ ഈ പറയുന്ന സാധനങ്ങളുടെ മുഴുവൻ ഒരു വലിയ ശേഖരം ഇരിപ്പുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അത് അവിടെ തന്നെയുണ്ടോ? ഇപ്പോൾ ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടുവന്ന് അവിടെ പോയി സ്റ്റോക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റോക്ക് എടുത്തിട്ട് പുറത്ത് വരുമ്പോൾ, ആ റിപ്പോർട്ട് വരുമ്പോൾ നമുക്കറിയാം. പക്ഷേ അതിനകത്തൊരു ചെറിയ റൈഡർ ഉണ്ട് കേട്ടോ. 2024 ശബരിമല സ്റ്റോർ റൂമിലുള്ള അത്യാവശ്യമല്ലാത്ത സ്വർണം മുഴുവൻ റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി ഉരുക്കി 500 കിലോ സ്വർണം കിട്ടിയെന്നും ആ 500 കിലോ സ്വർണം റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പലിശ ദേവസ്വം ബോർഡ് വാങ്ങുകയുമാണെന്നാണ്. അപ്പോൾ സത്യത്തിൽ ഈ ശബരിമല സ്റ്റോർ റൂമിലേക്ക് അകത്തേക്ക് പോയ ശബരിമലയിലെ പഴയ കൊടിമരത്തിൻ്റെ സ്വർണ്ണപ്പറയിൽ തീർത്ത ശബരിമല കൊടിമരത്തിൻ്റെ ഭാഗം, അതുപോലെ തന്നെ 18 സ്റ്റെപ്പുകൾ, അതുപോലെ തന്നെ പഴയ സ്വർണ്ണ വാതിൽ ശബരിമലയിലെ ശ്രീകോവിലിലെ വാതിൽ തീർത്തിരുന്ന സ്വർണ്ണപ്പാളികൾ, ഈ പഴയത്, ഇതെല്ലാം ശബരിമലയിലെ സ്റ്റോർ റൂമുണ്ടെങ്കിൽ അതിന് ഡോക്യുമെൻറ്റ്സ് വരണം. ഇപ്പോഴും ശബരിമലയിലെ വാതിലിലെ സ്വർണം മാറ്റി പുതിയ സ്വർണം വെക്കാനുള്ള കോൺട്രാക്റ്റിൻ്റെ ഡോക്യുമെൻ്റ് നമ്മൾ കണ്ടിട്ടില്ല. ഇതുവരെ പുറത്തു വരാത്ത ഒരു പ്രധാനപ്പെട്ട രേഖയാണ്. എന്തിനാണ്? അപ്പോൾ ശബരിമലയിലെ വളരെ ബുദ്ധിപൂർവമായ മോഷണത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്നോ എങ്ങോട്ടാണ് പോയെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ഫിനിക്സ് ഗ്രൂപ്പ് 3 കോടി രൂപ ചെലവഴിച്ച് വന്ന ഫിനിക്സ് ഗ്രൂപ്പ്, ആ ഫിനിക്സ് ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട കക്ഷി സുരേഷ് ചുക്കാപ്പള്ളിയുണ്ട്, സഹോദരൻ രമേശ് ചുക്കാപ്പള്ളി, ചിരഞ്ജീവി, ഇവർ 3 പേരും 2021 ശബരിമലയിൽ വിവാദം ഉണ്ടായത് ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം ചിരഞ്ജീവി എക്സിൽ ഒരു പോസ്റ്റ് ചെയ്യുകയാണ്, ശബരിമല കൊടിമരത്തിന് മുമ്പിൽ ഈ 3 പേരും അവരുടെ ഭാര്യമാരെ നിൽക്കുന്ന ചിത്രം, ഫക്ഡ് അപ്പ് എന്നായിരുന്നു അതിൻ്റെ വരി. അപ്പോൾ അത് വലിയ വിവാദമായി, സ്ത്രീകളെങ്ങനെ കയറി എന്ന് പറഞ്ഞു. അന്ന് പത്മകുമാർ പറഞ്ഞത് ഇവർക്കെല്ലാം പ്രായമായെന്നും ഇവർ 55 വയസ്സിന് മുകളിലാണെന്ന് പറഞ്ഞ് അവരുടെ കാർഡും വെച്ചിട്ടുണ്ട്, അവരുടെ ആധാർ കാർഡും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. നോക്കൂ, ശബരിമലയിലെ കൊടിമരം മാറ്റാനൊരു സ്പോൺസർ വന്ന് 3 കോടി വരുന്നു, അത് മാറ്റുന്നു. ഇദ്ദേഹത്തിന് ഈ കൊറിയൻ ഓണററി അംബാസഡർ കൂടിയാണ് ഈ പറയുന്ന സുരേഷ് ചുക്കാപ്പള്ളി കേട്ടോ. അങ്ങനെയുമുണ്ട് കണക്ഷൻ. അദ്ദേഹം 2021 വീണ്ടും വരുന്നുണ്ട്. സ്പോൺസർമാർക്ക് പലർക്കും പല രീതിയിലുള്ള ബന്ധങ്ങൾ. ഇപ്പോൾ ഒരു സ്പോൺസർ വേറൊരു കമ്പനി വന്ന് അടുത്ത സ്പോൺസർഷിപ്പ് ചെയ്യുന്നു. ഇത് മൊത്തം കഥയാണ്.
അപ്പോൾ ഇത് UDF ആണോ LDF ആണോ എന്നുള്ളതല്ല, ശബരിമലയിലെ സ്വർണം പഴയതെല്ലാം എവിടെ പോയെന്ന് ചോദിക്കണം. വാജിവാഹനം പഴയതാണോ പുതിയതാണോ എന്നുള്ളത് ഇപ്പോൾ തെളിയും. കാരണം അത് കോടതിയിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ പഴക്കം പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ശബരിമലയ്ക്ക് അകത്തുള്ള ശബരിമലയിലെ പഴയ സാധനങ്ങളെല്ലാം ശബരിമലയിലെ സ്റ്റോർ റൂമിലുണ്ടെന്ന് പറയുന്നു. ആ സ്റ്റോർ റൂം പരിശോധന അപ്പോഴായിരിക്കും ചിലപ്പോൾ അടുത്ത നമ്പർ ഇറക്കുക. 2024 ഇത് മുഴുവൻ ഉരുക്കിപ്പോയി. അതുകൊണ്ട് എന്താണെന്നറിയില്ല. അപ്പോഴും രേഖയുണ്ടാകുമല്ലോ. പുറത്തു വരട്ടെ, ഓരോന്നോരോന്നായി പുറത്തു വരട്ടെ. UDF അല്ല, LDF അല്ല, ആരായാലും സത്യം തെളിയട്ടെ. UDF ഇപ്പോൾ പ്രതിരോധത്തിലായോ സ്വർണ്ണക്കൊള്ളയിൽ എന്നുള്ളതാണ് ചോദ്യം. പ്രതിരോധത്തിലാകുന്നതിൻ്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എൻ്റെ ടേക്ക്. പിന്നെ ഈ UDF പ്രതിരോധത്തിലാവുമ്പോൾ മാത്രം നമുക്ക് ഇത് LDF ആണോ UDF ആണോ പോറ്റിയെ കയറ്റിയത് രാഷ്ട്രീയക്കാരാണോ എന്ന് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാട് എനിക്കില്ല. കാരണം അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും കയറ്റിയത് ആരാണെങ്കിലും അവർ അനുഭവിക്കുക തന്നെ വേണം എന്നുള്ളതാണ് അന്നത്തെയും എൻ്റെ നിലപാട്, ഇന്നത്തെയും എൻ്റെ നിലപാട്. പിന്നെ ഇത് ഏതെങ്കിലും UDFിൻ്റെ മീറ്റിംഗ് കൂടിയിട്ടോ LDFിൻ്റെ മീറ്റിംഗ് കൂടിയിട്ടോ സോണിയാഗാന്ധി മീറ്റിംഗ് കൂടിയിട്ടോ പിണറായി വിജയൻ മീറ്റിംഗ് കൂടിയിട്ടോ അല്ല ഈ സ്വർണ്ണക്കൊള്ളയോ കൊടിമരത്തിലെ തട്ടിപ്പോ നടന്നിരിക്കുന്നത്. അത് പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതാത് കാലത്തെ അവതാരങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. അതിനിപ്പോൾ നേതൃത്വം നൽകിയത് തന്ത്രി രാജീവ് കണ്ഠരാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് UDF ഈ കേസിൽ പ്രതിരോധത്തിലാവുന്നത്? 4 പോയിന്റുകളുണ്ട്. 1, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് കയറ്റിയത് 2007 പറയുന്നത്. മലയാളം വാരികയിൽ വന്ന ലേഖനത്തിലെ സമകാലിക മലയാളത്തിൻ്റെ ഓൺലൈൻ പതിപ്പിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. 2004 മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയായിരുന്നു. അത് വസ്തുതയാണ്. ഈ ക്ഷേത്രത്തിലെ തന്ത്രി കണ്ഠര് രാജീവരാണ്. അതും വസ്തുതയാണ്. ഈ സമയത്ത് ഇരുവരും തമ്മിൽ അടുപ്പം തുടങ്ങിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. കീഴ്ശാന്തിയുടെ സഹായിയായി തുടങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ പെട്ടെന്ന് തന്നെ സന്നിധാനത്തെ പ്രധാനികളിൽ ഒന്നായി വളർന്നു. തന്ത്രി രാജീവ് കണ്ഠരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ 2004 മുമ്പേ തന്നെ ബന്ധമുണ്ടായിരുന്നു. ഈ സമയത്ത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് എത്തുന്നത് 2004 എന്നാണ് സമകാലിക മലയാളം പറയുന്നത്. 2007 ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ ഉത്സവ സമയത്ത് ഈ തന്ത്രി രാജീവ് കണ്ഠരുടെ തൊട്ടുപിന്നിൽ, അതാണ് നമ്മൾ നേരത്തെ പുറത്തുവിട്ട ചിത്രം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് വരുന്നതെങ്കിൽ ആ സമയത്ത് ദേവസ്വം മന്ത്രി KC വേണുഗോപാലാണ്. അതിന് തൊട്ട് മുമ്പ് കാർത്തികേയൻ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാലയളവിൽ ഇതുകൊണ്ട് KC വേണുഗോപാൽ കയറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കൊണ്ടുവരുന്നത് ആരാ? തന്ത്രി രാജീവ് കണ്ഠര. ഈ പരികർമ്മികളുടെയോ കീഴ്ശാന്തിക്കാരുടെ നിയമനത്തിൽ ദേവസ്വം ബോർഡിനോ ദേവസ്വം വകുപ്പ് മന്ത്രിക്കോ ഒരു തരത്തിലുള്ള സ്വാധീനവുമില്ല എന്നുള്ളതാണ്. അത് കടകംപള്ളി സുരേന്ദ്രനുമില്ല, KC വേണുഗോപാലിനുമില്ല എന്നുള്ളതാണ്. പിന്നെ താല്പര്യത്തോടു കൂടി ഇടപെടുമോ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ കരുതുന്നില്ല KC വേണുഗോപാലാണ് ഈ പോറ്റിയെ അവിടെ കൊണ്ടുവന്നത്. പക്ഷേ പോറ്റി ശബരിമലയിൽ എത്തുന്ന കാലം എന്ന് പറയുന്നത് UDFിൻ്റെ ഭരണകാലത്ത് ഈ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. ഇതാണ് അതിലെ വസ്തുത. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, പ്രതിരോധത്തിലാവുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ, കൊടിമരം വിവാദത്തിലാകുമ്പോൾ എങ്ങനെയാണ് UDF പ്രതിരോധത്തിലാവുന്നത്? 3 പേരുടെ പേരുകൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചു വെച്ചോളൂ. ഒന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ, മറ്റൊന്ന് അജയ് തറയിൽ, മറ്റൊന്ന് സ്പോൺസറായ റെജി. ഈ 3 പേരുടെയും ഇടപെടലുകൾ ദുരൂഹമാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതെന്താണെന്നുള്ളത് അന്വേഷണത്തിലൂടെയാണ് പുറത്തു വരേണ്ടത്. എന്തായാലും കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു കൊടിമരത്തിന് ചിതലരിച്ചുവെന്നും ജീർണതയുണ്ടെന്നും തന്ത്രപ്രശ്നത്തിൽ കണ്ടെത്തി, ഒരു അഷ്ടമംഗല്യ ദേവപ്രശ്നത്തിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഇങ്ങനൊരു ദേവപ്രശ്നം 2018 നടന്നു കേട്ടോ. ആ ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയത് എന്താണെന്നറിയാമോ? ലൈംഗികാരോപണ കേസിൽ പുറത്തായ തന്ത്രിയെ വീണ്ടും സന്നിധാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദേവന് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയത്. അത് പിന്നീട് വിവാദമായി മാറി. അത് പിന്നീട് നടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായി. ഒരു ദേവപ്രശ്നം നടന്നാൽ അത് വേണമെങ്കിൽ തടയാനുള്ള അധികാരം ദേവസ്വം ബോർഡിൻ്റെ ഓംബുഡ്സ്മാനുണ്ട്. ഇത് ഇപ്പോൾ ഈ കൊടിമരത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. വാജിവാഹനത്തിന് കേടില്ല, അഷ്ടദിക്പാലകർക്ക് കേടില്ല, പഞ്ചവർഗത്തറയ്ക്ക് കേടില്ല. പിന്നെ എങ്ങനെയാണ് ഈ കൊടിമരത്തിന് മാത്രം, കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച കൊടിമരത്തിന് മാത്രം കേടുണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ഈ UDFിൻ്റെ കാലത്തെ ഓംബുഡ്സ്മാൻ ഈ ദേവപ്രശ്നത്തിൽ പറഞ്ഞിരുന്ന ഈ കൊടിമരം സ്വർണം വീണ്ടും പൂശണം എന്ന് പറയുന്നതിന് എതിർക്കാതെ പോയത്? അന്ന് ആരായിരുന്നു ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത്? ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത് VS ശിവകുമാർ. ദേവസ്വം ബോർഡ് അംഗങ്ങളാരായിരുന്നു? പ്രയാർ ഗോപാലകൃഷ്ണനും അതിനു മുമ്പ് MP ഗോവിന്ദൻ നായരും. ആ സമയത്താണ് ഈ കൊടിമരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത് വളരെ വിശാലമായിട്ടാണ്. ഏകദേശം ഇതാണ് എൻ്റെ മൂന്നാമത്തെ ചോദ്യം. 6 മാസ കാലയളവ് കൊണ്ടാണ് ഈ തൈലാദിവാസം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ രാമച്ചവും ഒപ്പം തേക്കിനെ നല്ലെണ്ണയിൽ കുളിപ്പിച്ച് കിടത്തി നല്ല ഒന്നാന്തരം വൃത്തിയുള്ള വളവില്ലാത്ത തേക്ക്, അതിന് ഒരു പൈസ ചിലവായിട്ടില്ല കേട്ടോ ദേവസ്വം ബോർഡിന്. അയ്യപ്പ സേവാ സംഘമാണ് ഈ തേക്ക് അവിടെ കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തേക്ക് കൊണ്ടുവന്നു. ആ തേക്ക് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഫിനിഷ് ഗ്രൂപ്പ് 3 കോടിയിലധികം രൂപ കൊടുത്തു. അല്ല, സാധാരണ ഒരു പിന്നെന്താണ് കൊടിമരം മാറ്റി സ്ഥാപിക്കണമെങ്കിൽ ആദ്യം മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിക്കും. അതിനുശേഷമാണല്ലോ തേക്കാണോ മറ്റന്നാണ് തീരുമാനിക്കുക. ഇവിടെ രസം എന്താ അറിയോ?
ലക്ഷണമൊത്ത തേക്ക് അയ്യപ്പ സേവാ സംഘം വാങ്ങി നൽകാമെന്ന് ബോർഡിനെ ബോർഡിനെ അറിയിച്ചു. അപ്പോൾ ആദ്യം തന്നെ തീരുമാനിക്കുകയാണ്. തീരുമാനിക്കുകയാണ്. ഇതൊന്നും തന്നെ രേഖാമൂലമല്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. ബാക്കി എല്ലാത്തിന്റെ കാര്യത്തിലും മഹസൂറുണ്ടല്ലോ പുറത്ത് വരാൻ പോവുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ ഫിനിഷ് ഗ്രൂപ്പ് 3 കോടി രൂപ കൊടുക്കുന്നു. എൻ്റെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം 2004 ഈ ലേഖനത്തിൽ പറയുന്നത് പോലെ ബാംഗ്ലൂരുവിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തേക്ക് വരുന്നത്? അങ്ങനെയാണെങ്കിൽ ആ കാലയളവിൽ ഉണ്ടായിരുന്നത് KC വേണുഗോപാലും G കാർത്തികേയനുമാണ്. അത് ദേവസ്വം ബോർഡിന്റെ കാലത്താണ്. ആ സമയത്ത് ഇവർക്ക് ഒരു ബന്ധമില്ലെങ്കിൽ പോലും ആ കാലയളവ് അതാണ്. രണ്ടാമത്തേത് വരുന്നത് ഈ സ്വർണ്ണക്കൊടിമരം പൂശാം എന്ന ദേവപ്രശ്നത്തിൽ കണ്ടെത്തുകയും അത് അന്നത്തെ കോൺഗ്രസിന്റെ ഭരണകാലത്തെ 2 പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഗോവിന്ദൻ നായരും അതേപോലെ പ്രയാർ ഗോപാലകൃഷ്ണനും അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് അജയ് തറയിൽ അംഗമായിരുന്ന കാലത്ത് ഈ കൊടിമരം K. രാഘവനും ഉണ്ടായിരുന്ന സമയത്ത് അത് പൂശുന്നു, സ്വർണം പൂശാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. ആ സമയത്താണ് ഏറ്റവും കൗതുകകരമായ കാര്യം ഉണ്ടാവുന്നത്. അതാണ് മൂന്നാമത്തെ ചോദ്യം. 3 കോടി രൂപ ഫിനിക്സ് കൊടുത്തു, സ്പോൺസർഷിപ്പ് കൊടുത്തു. ഇതുകൂടാതെ കോടിക്കണക്കിന് രൂപയും സ്വർണവും ഭക്തജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കണക്ക് എവിടെയെങ്കിലും നമ്മൾ വായിച്ചോ? എവിടെയെങ്കിലും നമുക്കറിയാമോ ഇതിൻ്റെ കണക്ക്? എവിടെയാണ് രേഖപ്പെടുത്തിയത്? എവിടെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ചോദ്യം. ഇനി ഈ അഷ്ടദിക്പാലകർ ഏതൊക്കെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഈ വാജിവാഹനത്തെ മറ്റേതെങ്കിലും വ്യവസായിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടോ? ഈ ചോദ്യത്തിനൊന്നും ഉത്തരം പറയേണ്ടത് ഇടത് സർക്കാരല്ല, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന UDF സർക്കാർ കൂടിയാണ്. അപ്പോൾ പ്രശ്നം ഇതാണ്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ഒരു ഭാഗത്ത് ശ്രമമെങ്കിൽ ഈ പാരടിപ്പാട്ട് എഴുതിയ UDFന് നേരെയും ചോദ്യങ്ങൾ വരും. ഇനി അതല്ല, യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്താ? ഇതിൽ അവതാരങ്ങളും ശബരിമലയിൽ ഇരു കക്ഷികളും വിശ്വസിച്ച് നിയോഗിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും തന്ത്രിയും ഒക്കെ ചേർന്ന് നടത്തിയൊരു വലിയ കൊള്ളയാണോ ഇത്? ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിലാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും ശബരിമലയിലെ ഏതെങ്കിലും ഒരു ദേവന്റെ സ്വർണം കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുക വയ്യ. അപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കാനാണ് തീരുമാനമെങ്കിൽ UDF പ്രതിസന്ധിയിലാവും. അതല്ല, ഈ പാരടിപ്പാട്ടിൽ പറയുന്ന പോലെ കയറ്റിയതാര എന്ന ചോദ്യത്തിനും അപ്പുറത്തേക്ക് ഈ തട്ടിപ്പ് നടത്തിയ സംഘത്തെ കണ്ടെത്താനാണ് ശ്രമമെങ്കിൽ അത് പുറത്തു വരണം എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ആ പേരുകൾ ഒരിക്കൽ കൂടി പറയുന്നു. ASP കുറുപ്പ് അവിടുത്തെ അഭിഭാഷക കമ്മീഷണറായിരുന്നു. അതേപോലെ അജയ് തറയിൽ ദേവസ്വം ബോർഡ് അംഗമായിരുന്നു. റെജി ആ സമയത്ത് ഒരു സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ ആയിരുന്നു. ശ്രദ്ധിക്കേണ്ട പേരുകളാണ്. ഇനി പ്രയാർ ഗോപാലകൃഷ്ണൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏറ്റവും കൂടുതൽ ഫോട്ടോ പുറത്തു വന്ന ഒരേ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം ഇന്ന് ജീവനോടെ ഇല്ല. ഇനി പുറത്തു വരേണ്ടത് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ 18ാം പടിയിൽ എത്ര സ്വർണം പൂശി, പഴയ സ്വർണം എത്രയുണ്ടായിരുന്നു, 1.5 കിലോഗ്രാം സ്വർണം എന്ന കണക്കിന് 18 പടിയിലെയും ആ പഴയ സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യം. 2, സ്വർണ്ണക്കൊടിമരത്തിൽ പൂശിയ സ്വർണം, അതിന് കിട്ടിയ ബാക്കി പണവും തുകയും എവിടെയെന്ന ചോദ്യം. ഈ ചോദ്യങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ കഥ മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. അയ്യപ്പൻ ഒരാളെയും വെറുതെ വിടൂല. ശബരിമല സ്വർണ്ണക്കൊള്ളിയിൽ UDFും പ്രതിരോധത്തിലോ എന്നുള്ളതാണ് ചോദ്യം. പി. സുനിൽ, UDFും പ്രതിരോധത്തിലാവോ? ഞാനിപ്പോൾ ഓർക്കുന്നത് പാർലമെന്റിന് മുന്നിൽ കേരളത്തിലെ കോൺഗ്രസ് MPമാർ നിരന്നു നിന്നുകൊണ്ട് പോറ്റിയെ കയറ്റിയത് ആരപ്പ, അത് സഖാക്കളാണ് അയ്യപ്പ എന്ന് പാടിയ പാരഡി പാട്ടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് പാടാൻ പറ്റില്ല. പോറ്റിയെ കയറ്റിയത് ഞങ്ങളപ്പ എന്നോ നമ്മളപ്പ എന്നൊക്കെ പറയേണ്ടി വരും. ഏതായാലും 2004 മുതൽ 2024 വരെ 20 വർഷം നീണ്ട വലിയൊരു തട്ടിപ്പിന്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജിമ്മി അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 2004 മുൻപ് എന്താണ് നടന്നത് നമുക്കറിയില്ല. പക്ഷേ 2004 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ കയറ്റി. അതിനുശേഷം അവിടുന്ന് എന്തൊക്കെ സാധനങ്ങൾ അയ്യപ്പന്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നത് ഇനി അന്വേഷണത്തിന്റെ ഭാഗമാകണം. ഇപ്പോൾ 2024 ഒരു സ്വർണ്ണപ്പാളിയിൽ തുടങ്ങി, അതിന് നേരെ പുറകോട്ട് വന്നു. ഇപ്പോൾ കൊടിമരത്തിലെത്തി, വാജിവാഹനത്തിലെത്തി. ഇനിയിപ്പോൾ 18ാം പടിയിലേക്ക് വരുമോ, മറ്റ് എന്തൊക്കെ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിലേക്കൊക്കെ തന്നെ അന്വേഷണം പോകണം. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, 2004 മുതൽ 2024 വരെ ശബരിമലയുടെ ഭരണനിർവഹണം ചുമതല വഹിച്ചിരുന്ന എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ പോറ്റി കയറിയത് 2004 അത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ്, കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്താണ്. കൃത്യമായി കോൺഗ്രസിനും കോൺഗ്രസിന്റെ ഭരണ സംവിധാനങ്ങൾക്കും അക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ടായിരുന്നു. അക്കാര്യത്തിൽ ഒഴിഞ്ഞു മാറാനേ പറ്റില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറിയല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും, ഒപ്പം തന്നെ ഈ സ്വർണം വാങ്ങിയെന്ന് പറയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ കച്ചവടക്കാരൻ ഗോവർദ്ധനും കയറിയല്ലോ. കോൺഗ്രസിന് അതിന് മറുപടിയില്ലല്ലോ. അപ്പോൾ മറ്റു കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ചോദ്യം ഉയരുമ്പോൾ കോൺഗ്രസ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം തന്ത്രി അറസ്റ്റിലാകുന്നു. തന്ത്രിക്കിപ്പോൾ വാജിവാഹനം, അത് താന്ത്രിക വിദ്യയിൽ തന്ത്രിക്ക് പറയാത്ത ഈ ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ അവിടെ നടപ്പാക്കുന്നു. തന്ത്രസമുച്ചയത്തിലോ താന്ത്രിക വിദ്യയിലോ ഒന്നും പറയാത്ത തന്ത്രിക്ക് അവകാശത്തെക്കുറിച്ച് ഇവിടെ അജയ് തറയിൽ പറയുന്നു. അവിടെ വാജിവാഹനം എടുത്ത് തന്ത്രിക്ക് കൊടുക്കുന്നു.
അപ്പോൾ കൃത്യമായ ചട്ടലംഘനം, നിയമലംഘനം, വലിയ തട്ടിപ്പ്. നോക്കൂ, താഴമൺ കുടുംബത്തിലെ അംഗങ്ങളാണല്ലോ ശബരിമലയിൽ തന്ത്രിമാരായി വരുന്നത്. ഈ താഴമൺ കുടുംബത്തിലെ തന്ത്രിമാരായി വന്നിട്ടുള്ള തന്ത്രിമാർക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉയരുന്നത്. ആദ്യം ലൈംഗിക ആരോപണ വിഷയങ്ങൾ ഉയർന്നിട്ടുണ്ട്, ഇപ്പോൾ കൊള്ളയുടെ വിഷയം. അപ്പോൾ ഇത്രയും കേസുകളിൽ പ്രതികളാകുന്ന വലിയ കൊള്ളക്കാരാകുന്ന വ്യക്തികളാണ് ശബരിമലയിൽ ഇത്രയും പരിപാവനമായ ഒരു സ്ഥലത്ത് പൂജകൾ നടത്തുന്നത്, അവിടുത്തെ ഈ ഒരു ആചാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. എത്രത്തോളം അപമാനകരമാണ്. ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകിയപ്പോൾ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ ശബരിമലയിൽ തന്ത്രിയായി വരുന്ന ആളുകൾക്ക് കൃത്യമായി ഈ പൂജാവിധികൾ അറിയണം, അവർക്ക് ഈ വേദങ്ങൾ അറിയണം, ഈ പൂജ ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ തന്ത്രിമാരുടെ ഗുണഗണങ്ങളെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ചിട്ടാണ് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അപ്പോൾ ഇതാണ് ശബരിമലയിൽ നടക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങൾക്ക്, ഇതൊരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ കൃത്യമായി നിയമവ്യവസ്ഥയ്ക്ക് അധിഷ്ഠിതമായി, ഭരണഘടനയ്ക്ക് അധിഷ്ഠിതമായി നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ അത് പ്രകാരം വളരെ കൃത്യമായി ഇനി ശബരിമലയിലെ കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കാനും അവിടുത്തെ ഇത്തരം കൊള്ളകൾ തടയാനുമൊക്കെയുള്ള ശക്തമായ നടപടി വേണം. നോക്ക്, ഇത് അഴിച്ചുവിട്ടിരിക്കുകയാണ്. തന്ത്രിയാണ് അവിടുത്തെ രാജാവ്, തന്ത്രിക്ക് എന്തും ചെയ്യാം. തന്ത്രിക്ക് 1 രൂപ കോയിൻ വരുന്ന ഭക്തന്മാരുടെ നെറ്റിയിൽ ഒട്ടിച്ചു കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ വാങ്ങാം. ഇതൊക്കെ കഴിഞ്ഞ ദിവസം അവിടെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശബരിമലയിൽ നടക്കുന്ന ഒരു സാഹചര്യം എന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇനി കോൺഗ്രസിന് സഖാക്കളിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനുള്ള ഒരു സാഹചര്യമല്ല. ഇതിൽ ശബരിമലയുടെ കഴിഞ്ഞ 20 വർഷക്കാലത്തെ ഈ ഭരണ സംവിധാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റുകയും അവിടെ തന്ത്രിയുടെ നേതൃത്വത്തിലാണ്, നമുക്കറിയില്ല, അത് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. SIT ആണ് അക്കാര്യത്തിലൊക്കെ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത്. പക്ഷേ തന്ത്രിയാണ് ഇതിൽ പ്രധാന പ്രതിയെങ്കിൽ അതിന് പിന്നിൽ വലിയ കൊള്ള സംഘങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവരട്ടെ. പക്ഷേ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ വലിയ പ്രതിരോധത്തിൽ തന്നെയാണ്. ഇനി കോൺഗ്രസിന് ഈ ശബരിമല വിഷയം വോട്ടിനായി ഉന്നയിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഗൗരവമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ ഗുണഫലം ആർക്കാണ് കിട്ടുന്നത്? സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനാണ് കിട്ടുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചിത്രത്തിരുന്നാളുടെ ചിത്രം ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നു, ഫോട്ടോ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അവിടെ അംബേദ്കറിൻ്റെയും ഗാന്ധിജിയുടെയും ചിത്രം ഇരിക്കേണ്ടിടത്ത് നമ്മൾ പഴയ രാജാക്കന്മാരെയൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണ്. ആ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുപോക്ക് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ രാഷ്ട്രീയ ഗുണഫലം ആരാണ് നേടുന്നത് എന്ന കാര്യം കോൺഗ്രസും തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ആന്റോ വെങ്കടേശൻ, UDF രാഷ്ട്രീയമായി പ്രതിരോധത്തിലാകുമോ? അടുത്ത കാലത്തൊന്നും കാണാവുന്നതിലേക്ക് അപ്പുറമുള്ളൊരു പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് പോവുകയാണ് എന്നുള്ളതാണ്. ഞാൻ 2015 ഒരു റിപ്പോർട്ട് വായിക്കാം. ഈ ഒരു ശബരിമലയിലെ സ്വർണ്ണം അടിച്ചു മാറ്റാൻ വേണ്ടി ഒരു ക്ലിയർ പ്ലാൻ ഇടുകയാണ്. ആ പ്ലാൻ നേരെ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് വന്ന് പറയുന്നതാണ് ഈ റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ട് എന്താ അറിയാം? ശബരിമലയിലെ പുതുതായി നിർമ്മിക്കുന്ന കൊടിമരത്തിന് ദേവസ്വത്തിൻ്റെ സ്വർണ്ണം ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MB ഗോവിന്ദൻ അംഗീകാരം നൽകി. ഇതിനായി 130 കിലോ സ്വർണ്ണമാണ് വേണ്ടത്. ഭക്തർ നൽകിയ സ്വർണം ദേവസ്വത്തിൻ്റെ പക്കലുണ്ട്. ഇതുപയോഗിച്ച് പൂർണ്ണമായും സ്വർണ്ണത്തിൽ കൊടിമരം നിർമ്മിക്കാനാവും. കൊടിമരത്തിൽ 15 പറയും, വെണ്ട, ദഡ്, വാഹനം, അഷ്ടദിക്പാലകർ, പഞ്ചവർഗത്തറ എന്നിവയാണ് സ്വർണ്ണത്തിൽ നിർമ്മിക്കുന്നത്. നിലവിലുള്ള കൊടിമരത്തിൻ്റെ ഉയരം തന്നെയായിരിക്കും പുതുതായി നിർമ്മിക്കുന്ന കൊടിമരത്തിനും. 6.25 മീറ്റർ ഉയരമാണ് കൊടിമരത്തിനുള്ളത്. കൊടിമരത്തിൻ്റെ ഓരോ പറയ്ക്കും 8 കിലോ സ്വർണ്ണം വീതം വേണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. നിലവിലെ കൊടിമരത്തിൻ്റെ തൂണ് കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഒഴിവാക്കി പരമ്പരാഗത രീതിയിൽ തേക്ക് തടി ഉപയോഗിച്ചായിരിക്കും പുതിയ കൊടിമരത്തിൻ്റെ തൂണ് സ്ഥാപിക്കുക. ലക്ഷണമൊത്ത തേക്ക് തടി അയ്യപ്പ സേവാ സംഘം വാങ്ങി നൽകാമെന്ന് ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. ഇത് ബോർഡ് അംഗീകരിക്കുകയും ചെയ്തു. വളവില്ലാത്ത കാതലൊത്ത തേക്ക് മരം കണ്ടെത്തിയ ശേഷം വൃക്ഷപൂജ ചെയ്ത് വൃക്ഷത്തിന് അനുജ്ഞ വാങ്ങി മുറിച്ചു കൊണ്ടുവന്ന് 30 രൂപപ്പെടുത്തി 6 മാസത്തോളം എണ്ണത്തോണിയിൽ സൂക്ഷിച്ച ശേഷമേ കൊടിമരത്തിൻ്റെ തൂണ് പ്രതിഷ്ഠിക്കാനാവൂ. കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ജീർണതയുണ്ടെന്നും കൊടിമരത്തിൻ്റെ പഞ്ചവർഗത്തറയിൽ പെയിൻറ്റിങ് അടിച്ചത് മൂലം ചൈതന്യലോപം ഉണ്ടായതായും അതിനാൽ പുതിയ കൊടിമരം സ്ഥാപിക്കാമെന്നും അടിത്തറയുടെ സന്നിധാനത്തു നടന്ന അഷ്ടമംഗല്യ ദേവപ്രശ്നത്തിൽ കണ്ടിരുന്നു. എന്നാൽ അഷ്ടമംഗല്യ ദേവപ്രശ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണോ ഇത് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലാരിറ്റിയോടുകൂടി പറയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന കൊടിയേറ്റ് ഉത്സവത്തിന് ശേഷം നിലവിലുള്ള കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിക്കാമെന്ന് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് ബോർഡിന് കത്ത് നൽകിയിട്ടുണ്ട്.
അത് വെച്ചിട്ട് ബോർഡിന് കത്ത് നൽകി. എന്താണ് ഈ തീർത്ഥാടന കാലം കഴിഞ്ഞാലുടൻ കൊടിമരം സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. കൂടാതെ തേയ്മാനം സംഭവിച്ച 18-ാം പടിയുടെ പഞ്ചലോഹത്തിൽ നിർമ്മിച്ച കവചവും മാറ്റി പുതിയ പഞ്ചലോഹ കവചം നിർമ്മിക്കും. കൊടിമരം പ്രതിഷ്ഠിക്കുന്നതോടൊപ്പം തന്നെയാവും പടിയുടെ പഞ്ചലോഹ കവചവും മാറ്റി പുതിയ സ്ഥാപിക്കുക. പടിയിലുള്ള നിലവിലുള്ള കവചം തേഞ്ഞു പോയതിനാൽ ആണ് ഇത് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയാണ് കൊടിമരത്തിലെ സ്വർണ്ണം അടിച്ചു മാറ്റേണ്ടതെന്നൊരു പ്ലാൻ ഇടുകയാണ്. എങ്ങനെയാണ് 18-ാം പടിയുടെ പഞ്ചലോഹം അടിച്ചു മാറ്റേണ്ടത് ഒരു പ്ലാൻ ഇടുകയാണ്. ഇതെങ്ങനെ ചെയ്യണം എന്നൊരു പ്ലാൻ ഇടുകയാണ്. എന്നിട്ട് ക്ലാരിറ്റിയോടുകൂടി വന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ് ഇത് ആരാണ് ഇത് നേതൃത്വം, ഇത് കത്ത് കൊടുക്കുന്ന ആരാ? രാജീവ് കണ്ഠരര് വന്നിട്ട് കത്തും കൊടുക്കുകയാണ്. ഇത് മുഴുവൻ അടിച്ചുകൊണ്ട് പോയി. ഏത് കൊടിമരത്തിൽ ഒരു പറ എത്ര 8 പറ 130 കിലോ സ്വർണം, 130 കിലോയാണ്. എത്ര അന്വേഷണം തുടങ്ങി എത്രയായിരുന്നു? 400 ഗ്രാമിന് വേണ്ടി തുടങ്ങിയ അന്വേഷണമാണ്. ഇപ്പോൾ എവിടെയാണ് വന്ന് നിൽക്കുന്നത്? 130 കിലോയിൽ. ഒരു പറയുടെ വെയിറ്റ് 8 കിലോ സ്വർണം. ഒരു പറയുടെ വെയിറ്റ് 8 കിലോ സ്വർണ്ണമാണ്. അങ്ങനെ ഒരു കൊടിമരം സ്ഥാപിക്കുന്നു. അതുകൂടാതെ എന്താണ് ഇതിനോടൊപ്പം തന്നെ 18-ാം പടിയിലുള്ള മുഴുവൻ എത്ര പടിയാ? 18 പടിയിൽ 18 എത്ര കിലോ സ്വർണം വെച്ചാൽ ഒരു പടിയിൽ 1.5 കിലോ സ്വർണം വെച്ച് ഒരു പടിയിൽ. ഇത് പടി വേറെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു മൊത്തം പ്ലാൻ ഇട്ടിട്ട് ഇത് സ്വർണ്ണം. അപ്പോൾ ഞാൻ വിചാരിക്കും എന്താ അറിയോ, അന്ന് അടിച്ചുകൊണ്ട് പോയതിൻ്റെ ബാക്കി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ട് ആരെയും പിടിച്ചിട്ടില്ല. ഇതാണല്ലോ ഉണ്ണികൃഷ്ണൻ പോയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അത് ബാക്കി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാനും കൂടെ അടിച്ചോളാക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഡോറിൻ്റെ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തിയത്. അതിലായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക. പക്ഷേ എന്താ സംഭവിച്ചത്? 100 കണക്കിന് കിലോ സ്വർണം അടിച്ചു മാറ്റുന്നൊരു പ്ലാനാണ്. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഈ കോൺക്രീറ്റ് കൊടിമരത്തിൽ നിന്ന് അഴിച്ചെടുത്ത ഈ പറഞ്ഞ പാളി എവിടെയാണ് കൊണ്ടുപോയെന്ന് പോലും അറിയത്തില്ല. അത് അവിടെ കൊണ്ടുവച്ചു. ഇതെല്ലാം കൂടി കൊണ്ട് പിന്നെ RBI കൊണ്ടുപോയി തൂക്കി ഡിപ്പോസിറ്റ് ആക്കി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് മാത്രമല്ല, ഒന്ന് നോക്കിയേ, ഈ അഷ്ടദിക്പാലർ എവിടെയാണ് പോയതെന്ന് അറിയുന്നില്ല, അന്വേഷിച്ചിട്ട് തന്നെ കാണുന്നില്ല. വാജിവാഹനം അപ്പം തന്നെ കൊടിമരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വേറെ ആരും തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല. നേരെ എടുത്ത് രാജീവ് കണ്ഠരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അവരത് കൊണ്ടുപോകുക, തന്ത്രീൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്, തന്ത്രി അത് കൊണ്ടുപോകാണ്. അപ്പോൾ ഇതുപോലൊരു കൊള്ള ഏത് കാലത്താണ്? 11-16 കാലയളവിൽ നടത്തിയിട്ട് ഇതേ എല്ലാ ടീമിനെയും ഡൽഹിയിൽ കൊണ്ടുവന്നു. സോണിയാഗാന്ധിനെ കാണിക്കുന്നു, ഇത് വാങ്ങിയ ഗോവർദ്ധനെ കാണിക്കുന്നു, ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ അറിയുന്നു. ഇവരെല്ലാമാണ് ശബരിമലയിൽ നടത്തിയെന്ന് പറയും. എന്നിട്ട് പാടുകയാണ് പോറ്റിയെ കയറ്റിയത് സഖാക്കളാണ് എന്ന് പാടുകയാണ്. ഇപ്പം അത് പാടാനുള്ള തൻ്റെ ഇടം കോൺഗ്രസിനുണ്ടോ? ഇപ്പം പാടാനുള്ള തൻ്റെ ഇടം കോൺഗ്രസിനുണ്ടോ? കോൺഗ്രസ് ഉണ്ടെങ്കിലോ അജയ് തറയിൽ എന്ന് പറയുന്നത് എന്താ അറിയോ? അത് ഞങ്ങളെടുത്ത് തന്ത്രിക്ക് കൊടുത്തു. എന്ത് കൂളായിട്ടാണ് പറയുന്നത്? ഈ പറയുന്ന വാജിവാഹനം എടുത്ത് ഞങ്ങൾ തന്ത്രിക്ക് കൊടുത്തു, അഷ്ടദിക്പാലരെ എടുത്ത് ഞങ്ങൾ തന്ത്രിക്ക് കൊടുത്തു. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്നിട്ട് എന്താ പറയുന്നത്? അതൊക്കെ തന്ത്രവിധി പോലെ നടക്കുകയാണെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ടാണ് പറയുന്നത് 100 കണക്കിന് കിലോ സ്വർണ്ണം അടിച്ചു മാറ്റിയ ഒരു കാലയളവിൽ നിന്ന് വളരെ ചുരുങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിനായിരിക്കില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാളെ പിടിച്ചുകൊണ്ടെന്നറിയോ ഈ ചില വീട്ടിലൊക്കെ ഈ ചെറിയ പിള്ളേർ കളിക്കുന്ന സമയത്ത് ഈ 1 രൂപ കോയിൻ 2 രൂപ കോയിനൊക്കെ കട്ടിലിൻ്റെ അടിയിലേക്കും ബേസിൻ്റെ അടിയിലേക്കൊക്കെ പോകും. അപ്പോൾ ഇത് എടുക്കാൻ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിനകത്ത് 100-200 കിടക്കുന്നുണ്ട്. പണ്ടെങ്ങാനും വീണ് പോയതായിരിക്കും. അത് കാണുന്നത് ഈ 2 രൂപ എടുക്കാൻ പോകുമ്പോഴാണ്. അതുപോലെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിൻ്റെ 400 ഗ്രാമിന് പോയി 100 ഗ്രാമും 100 കിലോയും 200 കിലോയും അഷ്ടദിക്പാലരും അതുപോലെ തന്നെ വാജിവാഹനമൊക്കെ 75 വർഷം മുന്നേ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ വാജിവാഹനാണ്. അത് 75 വർഷം ശേഷമാണ് ഇതിനൊരു കണക്ക് വന്നത്. അതിന് മുൻപേ ഉള്ളതാണ്. അന്ന് മാറ്റി സ്ഥാപിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന വാജിവാഹനം എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിന് എത്ര വർഷത്തെ പഴക്കാന്ന് പോലും അറിയില്ല. അതാണ് വളരെ കൂളായിട്ട് എടുത്തിട്ട് കയ്യിലേക്ക് കൊടുത്തത്. അതാരാ കൊടുത്തത്? അതൊന്നും ചോദിക്കാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ ഇപ്പോഴെന്തിനാ ചർച്ച ചെയ്യുന്നത്? ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ സഖാക്കളുടെ കാര്യമാണെങ്കിൽ ഇതൊക്കെ ചർച്ച ചെയ്യണം. ഇതൊക്കെ പോറ്റിയെ കയറ്റിയത് ആരാണെന്നറിയണം, എങ്ങനെയാണെന്നറിയണം, പാട്ട് വെക്കണം, DJ മ്യൂസിക്കും കളറും ലൈറ്റൊക്കെ ഇട്ട് ഡാൻസ് റോട്ടിൽ കളിക്കും. ഇപ്പോൾ ഒരു ഡാൻസും കാണുന്നില്ലല്ലോ. എത്ര വണ്ടികളായിരുന്നു മലപ്പുറം തുടങ്ങിയിട്ട് കാസർഗോഡ് വരെ ഓടിക്കൊണ്ടിരുന്നത്. റോഡിൽ മുഴുവൻ DJ ആണ്, പാട്ട്. ഇപ്പോൾ ഒരു പാട്ടും കാണുന്നില്ലല്ലോ. അപ്പോൾ അത് മാത്രമാണോ? സുനിൽ നേരത്തെ പറഞ്ഞ പോലെ പാർലമെൻറ്റിൻ്റെ മുന്നിൽ പോയി കേരളത്തിലെ MP-മാരൊക്കെ നിരന്ന് നിന്ന് പാടി ഇല്ലേ? ഇപ്പം എന്താ ആ പാടിയ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് കയറിയെന്ന് പറഞ്ഞപ്പോൾ പാട്ടപ്പോൾ സ്വിച്ച് ഇട്ട പോലെ നിന്നു. ഒരു പാട്ടിപ്പോൾ കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ചെറുതിൽ പിടിച്ച് വലുതിലേക്കാണ് വരുന്നത്. ഇനിയിപ്പോൾ എന്താ? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കുകയാണെന്ന് അറിയോ, ചർച്ചയില്ലെന്നേ. പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ വേറെയാണ് ചർച്ച. 8 മണി ചർച്ച കാണുന്നില്ല. നിങ്ങൾ കണ്ടോ? ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ചർച്ച കാണാം. എന്താ ഈ ചർച്ചകളൊക്കെ അവിടെ പോയി? അയ്യോ, ശബരിമലയിലെ കേസൊക്കെ തീർന്നോ? ഒന്നും തീർന്നില്ല. അപ്പോൾ ഒരു കാര്യമുള്ളൂ, എന്താണ്? എത്തേണ്ടത് എത്തിയാൽ അന്വേഷണം നല്ല രീതിയിലാണ് പോകണമെന്ന് പറയേണ്ടി വരും.
ഇനി നോക്കിയോ, ഇനി SITക്ക് കുറ്റമായിരിക്കും, ഹൈക്കോടതിക്ക് കുറ്റമായിരിക്കും, SIT കണ്ടെത്തുന്നവരെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിരിക്കും, ഇതിൻ്റെ മുഖ്യമന്ത്രി ഇടപെടലുണ്ടാവും. ഇനി ഇവർക്കിതേ പറയാൻ കഴിയുള്ളൂ, അതിലേക്കാണ് പോകുന്നത്. UDF പ്രതിരോധത്തിലോ എന്നതായിരുന്നു ചോദ്യം. 3 പേർ യെസ്, ഒരാൾ നോ.